സ്വർണത്തിന്റെ ഇഷ്ടികകൾ, ചിലയിടത്ത് വെള്ളിയുടെ ഇഷ്ടികകൾ, കുമ്മായത്തിന് പകരം കൂട്ടിക്കൊടുത്തിരിക്കുന്നത് മിസ്കാണ്, കസ്തൂരിയാണ്. അടിയിൽ വിരിച്ചിരിക്കുന്ന മണ്ണിന് പകരം കുങ്കുമമാണ്, സഅഫറാനാണ്. മുത്തും മാണിക്യവുമാണ് അതിന്റെ കൽപ്പടികൾ, അതിന്റെ സ്റ്റെപ്പുകൾ. അങ്ങനെ അതിന്റെ വർണ്ണനകൾ, സാധനങ്ങളുടെ പേര് പോലും നമുക്ക് മനസ്സിലാകാത്തത്ര. والجار أحمد والرحمن بانيها قصورها ذهب والمسك طينتها والزعفران حشيش نابت فيها اللهم اجعلنا من أهلها. അവിടെ ചില ഹട്ടുകൾ, വലിയ ബംഗ്ലാവുകൾക്ക് പുറമെ ചില ചെറിയ 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 ഹട്ടുകൾ. ചെറിയ ഹട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പത്രയാണെന്നറിയോ? 10 പിന്നെയോ ഇന്നലിൽ മുഅ്മിനി ഫിൽ ജന്നത്തിൽ ഹൈമ, ചില ഹൈമകളുണ്ട്, ചില കൂടാരങ്ങൾ. മിൻ ലുഅ്ലുഅത്തിൻ വാഹിദ, ഒറ്റ മുത്ത് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുജഫ്ഫവത്തുൻ, ഉള്ളു പൊള്ളയായ, ഉള്ളു തുരന്ന ഒറ്റ മുത്ത് കൊണ്ട്. തൂലുഹ 60 മൈൽ, 60 മൈലേ ഉള്ളൂ വലിപ്പം. ഒരു കൂടാരത്തിന്റെ വലിപ്പ 60 മൈൽ. അവിടെ കുടുംബങ്ങൾ ഉണ്ടാകും. മുഅ്മിനീങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ വിസിറ്റ് ചെയ്യും. ഹൂറുൽ താമസ കേന്ദ്രങ്ങൾ ഇങ്ങനെ മറ്റുള്ള ഭാഗങ്ങളിലുള്ള ഓരോ ഹട്ടുകളിലായിരിക്കുമെന്ന ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. കൂട്ടുകുടുംബത്തിൽ ദുനിയാവിലുള്ള അവരവരുടെ ഭാര്യമാർ, അത് തന്നെ ആ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ കാഴ്ച. ഇടയ്ക്കിടയ്ക്ക് വെളിപ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഹൂറുൽ കൂടെയുള്ള ഇത്തരം ഖൈമകൾ അള്ളാഹു ഒരുക്കി കൊടുക്കും. എന്നാൽ ഇങ്ങനെയുള്ള ഒരു ബംഗ്ലാവിലേക്ക് കയറിയാൽ അത് നല്ല മുത്തുകൊണ്ടും സ്ഫടികൊണ്ടും ഗ്ലാസ് കൊണ്ടും ആണെങ്കിലും പുറത്തേക്ക് കാണില്ല, അകത്തേക്ക് കാണില്ല. അകത്തേക്ക് കാണുന്നതുണ്ട്, പുറത്തേക്ക് കാണാത്തത്. പുറത്തേക്ക് കാണുന്നതുണ്ട്, അകത്തേക്ക് കാണാത്തത്. എല്ലാം വ്യത്യസ്ത ശൈലിയിൽ. സഹീഹുൽ ബുഖാരിയിൽ ലാകിനില്ലദീന തഖൂ റബ്ബഹും ലഹും ഗുറഫുൻ മിൻ ഫൗഖിഹാ ഗുറഫുൻ മബ്നിയത്തുൻ തജ്രി മിൻ തഹ്തിഹാൽ അൻഹാർ വഅദല്ലാഹ് ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്. അല്ലാഹു വാഗ്ദാനം ഉറപ്പിച്ചു തന്നിരിക്കുന്ന കൊട്ടാരങ്ങൾ. ഗുറഫുൻ മിൻ ഫൗഖിഹാ ഗുറഫുൻ, ബംഗ്ലാവുകൾ, കൊട്ടാരങ്ങൾ. അതിന് മുകളിൽ ഇനിയും കൊട്ടാരങ്ങൾ. അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായി, ഘട്ടം ഘട്ടങ്ങളായി കൊട്ടാരങ്ങളുടെ വലിപ്പത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഫിൽ ജന്നത്തി ലഗറഫൻ യുറാ ളുഹൂറുഹാ മിൻ ബുതൂനിഹാ. അതിന്റെ ഉള്ള് പുറത്ത് നോക്കിയാൽ കാണാം, പുറം ഉള്ളു നോക്കിയാൽ കാണാത്തത്. ഇങ്ങനെ വ്യത്യസ്തമായ സ്വഭാവത്തിലുള്ളതുണ്ട്. ഫഖാല അറാബിയും, അപ്പൊ അറാബി ഇങ്ങനെ കേട്ടപ്പേ, നിങ്ങൾക്കൊക്കെ മിണ്ടാ കയ്യാനിട്ടല്ലേ, സ്പീക്കറില്ലാഞ്ഞിട്ടല്ലേ? ഒരാറാബി ഇത് കേട്ടപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാഹി ലിമൻ ഹിയ, ഇത്രയും വലിയ കൊട്ടാരം ആർക്കാണ് നബിയേ? ലിമൻ തയ്യബൽ കലാം വഅതഅമ അത്അാം വഅദാമ അസ്സിയാം വസല്ലാ ബില്ലൈലി വന്നാസു നിയാം. സ്വർഗത്തിലെ മനോഹരമായ ഒരു കൊട്ടാരത്തിന്റെ വിശേഷം പറഞ്ഞപ്പോൾ ഇതാർക്കുള്ളതാണെന്ന് അറാബി ചോദിച്ചപ്പോ അതിന് അല്ലാഹു റസൂൽ കൊടുത്ത മറുപടി, മുഅ്മിനീങ്ങളെ ആമീൻ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം ഈ സൽക്കർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിച്ചോ. ഒന്ന്, ലിമൻ തയ്യബൽ കലാം, നല്ല വർത്തമാനം പതിവാക്കിയവർ. നല്ല വർത്തമാനം പതിവാക്കിയവർക്ക് അല്ലാഹു തആല സ്ഥാനം കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗം ചോദിക്കുമ്പോ ഏറ്റവും നല്ല ഒരു ഉപഹാരം നല്ല മജ്‌ലിസിലേക്കുള്ള സദഖ. എല്ലാ സുഹൃത്തുക്കളും ആ കാര്യം നല്ലപോലെ ഉത്സാഹിക്കുക. അത് പ്രത്യേകം പറയണമെന്നേ തരാൻ കഴിയുള്ളല്ലോ. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലിമൻ തയ്യബൽ കലാം, നല്ല വാക്കുകൾ നിലനിർത്തിയവർ. എന്തിനും നല്ല വാക്ക്. എന്നാ ഇതിൽ ചില ബഹീലന്മാരുണ്ട്. ഒന്ന് ചിരിക്കാൻ തന്നെ എന്ത് മുടക്കാന്നറിയോ? കർക്കിടക മാസത്തിന്റെ ഇരുട്ട, മുഖത്തേക്ക് നോക്കിയാൽ ഇബ്തിസാമ, പുഞ്ചിരി. വല്ല മുടക്കമുണ്ടോ? പെട്രോളോ ഡീസലോ ചെലവുണ്ടോ ഹബീബേ? ഗിയർ മാറ്റേണ്ട പ്രശ്നമുണ്ടോ? ഒന്ന് ചിരിച്ചു കൊടുത്താൽ പോലെ. ഇബ്തിസാമത്തുക ഫീ വജ്ഹി അഖീക ലക സദഖത്തുൻ. ഒരു സ്നേഹിതനെ കാണുമ്പോൾ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊടുക്കുക. കക്കാട് അങ്ങാടിയിൽ ഇങ്ങനെ കാത്തിരിക്കുക. അപ്പോഴാ ഒരാൾ ബസ് ഇറങ്ങിയിട്ട് പോവാ. എന്നിട്ട് ചോദിക്കുന്ന, മമ്പറ മക്കാമ കേലാ പോവാ? ഞാനിവിടെ ട്രാഫിക് ഉദ്യോഗസ്ഥനാ, എന്നോടൊന്ന് ചോദിക്കാൻ. വേനത്തിൽ മമ്പറ മക്കാം എവിടെ ഇതുവരെ അറിയില്ലേ? പോത്തു വലത്ര വിൽപ്പുണ്ടായിട്ട്. ഇങ്ങനത്തെ ഒരു തലയില്ലാത്ത വർത്താനം. ലിമൻ തയ്യബൽ കലാം, നല്ല വാക്കാ മനുഷ്യന്മാരോട് പറയേണ്ടത്. എന്നാൽ അതല്ല ഈ ഹദീസിന്റെ മറ്റൊരർത്ഥം. നല്ല വാക്ക് എന്ന് പറഞ്ഞാൽ ഏതായത് നബിയോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറയുന്നു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ വർദ്ധിപ്പിച്ചവർക്കാണ് ഈ സ്വർഗം. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തവർക്കാണ് ഈ സ്വർഗം. നോമ്പ് തുറപ്പിക്കാൻ 100 കൂട്ടുകാർ വന്നപ്പോ പത്തിരി കൊടുത്ത സാധുക്കൾ, അവർക്കൊക്കെ ഉള്ളതാ ലിമൻ അത്അമ അത്അാം. പാവങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക, യതീമക്കൾക്ക്, അഗതികൾക്ക്, സ്ഥാപനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. അത് ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ട് ആ ബദരീങ്ങളെ അനുസ്മരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുന്നത്, ഭക്ഷണം കൊടുക്കൽ വലിയ കൂലിയുള്ള കാര്യമാണ്. നോമ്പ് പതിവാക്കിയവർ, സുന്നത്ത് നോമ്പും ഫർദ് നോമ്പുമായി, നോമ്പുകളുമായി ബന്ധപ്പെടുന്നവർ.
അന്തിപ്പാതിരാവിൽ നിസ്കരിക്കുന്നു. ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ എഴുന്നേറ്റിരുന്ന് നിസ്കരിക്കുന്നവർക്കാണ് ഈ സ്വർഗമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്തങ്ങളായ കൂടാരങ്ങളും ബംഗ്ലാവുകളും കൊട്ടാരങ്ങളും അവിടെയുള്ള പാത്രങ്ങളെ പറ്റി പോലും ഖുർആൻ പറയുന്നത്. കൂടുതൽ പറയാൻ സമയമില്ല. പ്രത്യേകമായ കോപ്പകൾ, പൂഞ്ചകൾ, പ്രത്യേകമായ ചഷകങ്ങൾ, അതെല്ലാം സ്വർഗത്തിലുണ്ട്. മലയാളം മാത്രം അറിയുന്നവർക്കും അർത്ഥം വെക്കുന്നതിനേക്കാൾ മനസ്സിലാകുന്ന ഒരു ശൈലിയാണ് ഖുർആനിന്റെ ശൈലി. വെള്ളി നിർമ്മിതമായ ചില പ്രത്യേകമായ പാത്രങ്ങളുമായിട്ട് അവർക്കിടയിലൂടെ ഇങ്ങനെ വിസിറ്റേഴ്സ് നടക്കും. അതിന്റെ ഇടയിലൂടെയുള്ള സേവകന്മാർ നടക്കും. സ്ഫടിക സമാനമായ കോപ്പകൾ, വെള്ളി അതുകൊണ്ട് കെട്ടിപ്പൊതിഞ്ഞിരിക്കുന്നു സ്ഫടികത്തിന്റെ പുറമെ. അവരേത് വിഷയത്തിൽ ഏത് രൂപത്തിലാണോ ഭാവന ചെയ്യുന്നത് അതുപോലെ. കപ്പ് വേണം, അതിന് പിടുത്തം വേണം, വേണമെങ്കിൽ വേണം, വേണമെങ്കിൽ വേണ്ട, എല്ലാ രൂപത്തിലും അവിടെ പാസ്സായി കിട്ടും. സ്വർണം കൊണ്ടുള്ള കപ്പുകളും തളികകളും വലിയ വലിയ പിഞ്ഞാണങ്ങളും സ്വർഗീയവാസികൾക്ക് അല്ലാഹു കൊടുക്കുന്നു. ഇതൊക്കെ ആയാൽ നിലത്ത് കിടക്കേണ്ടി വരുമോ? വേണ്ട. ഉയർന്ന തരത്തിലുള്ള കട്ടിലുകൾ, അതിന്മേൽ ചാരിയിരിക്കാൻ അവർക്ക് സൗകര്യമുണ്ട്. സ്വർണം കൊണ്ട് കോർത്തുണ്ടാക്കിയ പ്രത്യേകമായ കട്ടിലുകൾ. ഓരോരുത്തർക്ക് അഭിമുഖമായി തിരിഞ്ഞിരിക്കാം. അതിന് തിരിച്ചിടേണ്ട പണിയൊന്നുമില്ല, തിരിച്ചിടേണ്ട പണിയില്ല. നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് തോന്നുന്ന വേക്കിലുള്ള ആളോടൊപ്പം സംസാരിക്കേണ്ടത്. എന്നാൽ ഓട്ടോമാറ്റിക്കായി അത് തിരിഞ്ഞിങ്ങനെ വരും. ഹദീസിലുള്ളതാ. അത് ഓട്ടോമാറ്റിക്കായി നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരെയാണോ തിരിഞ്ഞിരിക്കേണ്ടത്. സൗദി അറേബ്യയിലുണ്ട് ട്രെയിൻ. റിയാദിൽ നിന്ന് ദമാമ് വരെ പോകുന്ന പരീക്ഷണാർത്ഥം ഉണ്ടാക്കിയ വലിയ ഒരു ട്രെയിൻ. അതിന്റെ സീറ്റ് കണ്ടപ്പോ എനിക്ക് ഈ ആയത്ത് ഓർമ്മയായിട്ടുണ്ട്. അതിന്റെ സീറ്റ് എങ്ങനെയാ? ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കേണ്ടവർക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാം. പെട്ടെന്ന് തോന്നി എനിക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ സീറ്റ് ഇങ്ങനെ വിളിച്ചു വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുക. എങ്ങനെയാണോ പോയാലോ അതിന്റെ ടെക്നിക്ക് അങ്ങനെയാ, അങ്ങനെ ഉണ്ടാക്കിയത്. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെ അത് പിടിച്ചു തിരുമ്പിയൊന്നും വേണ്ട. മുത്തഖാബിലീൻ, ഓരോരുത്തരോടും മുഖാമുഖം കിട്ടാനുള്ള അവസ്ഥക്കനുസരിച്ച് കട്ടിലുകൾ ഇഷ്ടാനുസരണം മാറിക്കൊണ്ടിരിക്കും. പാകത്തിന് ഉയർത്തപ്പെട്ട് കിടക്കുന്ന കട്ടിലുകൾ അവിടെയുണ്ട്. അണിനിരത്തിയ തലയണകൾ. ഇനി കട്ടില് മാത്രം ഉണ്ടായാൽ പോരാ, തലയണകളുമുണ്ട്. നിവർത്തിയിട്ട നല്ല നല്ല പരവതാനികൾ, നല്ല നല്ല മെത്തകൾ, നല്ല നല്ല പരവതാനികൾ. ഉൾഭാഗം നല്ല കട്ടിയുള്ള പട്ടുകൊണ്ട് നിറച്ച ഒരു പ്രത്യേക തരം മുന്തിയ തരം പരവതാനികൾ, അതിന്റെ വിരിപ്പുകൾ, അതിമല. ഇനി അങ്ങനെയൊക്കെ ആവുമ്പോ ഒരേ പ്രായത്തിലുള്ള വലിയ 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 മനുഷ്യന്മാര് മാത്രമായാലോ സുഖം ഉണ്ടാവൂല. അതിന് കുട്ടികളെയും അല്ലാഹു തആല അവിടെ കാണിക്കും. ചെറിയ ചെറിയ കുട്ടികൾ, നമ്മുടെ സേവകന്മാരായിട്ടുള്ള കുട്ടികളുണ്ട്. ഇന്നെന്റെ പ്രസംഗത്തിൽ ഞാൻ ഇതിന്റെ മത്തിന് മാത്രമേ പറയുന്നുള്ളൂ. സ്വർഗത്തിൽ ഈ കാണുന്ന സേവകന്മാരായ കുട്ടികൾ ആരാണ്? ഇതിനൊക്കെ വലിയ ചർച്ച വേണം. സേവകന്മാരായ ബോയ്സ്, അവിടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾ, അത് ഈമാൻ ആകാനുള്ള ബോധം വരുന്നതിന് മുൻപേ മരിച്ചുപോയ ചെറിയ കുഞ്ഞുങ്ങളാണ്. കാഫറുകളുടെ കുഞ്ഞുങ്ങളിൽപ്പെട്ട ചെറിയ കുഞ്ഞുങ്ങൾ അവരാണെന്ന് തഫ്സീറുകളിൽ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും പറഞ്ഞാൽ ഇപ്പൊ എവിടെ എത്തില്ല. അതുകൊണ്ട് അതൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നു. കൊച്ചു കൊച്ചു ബാലന്മാർ അവരവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങും, ഇവർക്ക് ആവശ്യങ്ങളൊക്കെ കൊടുക്കാൻ. അപ്പോഴൊരു സംശയം വരും, സ്വർഗത്തിൽ കടന്ന കൊല്ലം കുട്ടിയാ, 10 കൊല്ലം കഴിഞ്ഞാൽ വലിയ മനുഷ്യനാവൂലേ? ഇല്ല. വിൽദാനും മുഹല്ലദൂൻ, അവരുടെ ആ വയസ്സ് അവിടെ തന്നെ നിർത്തിയിരിക്കുക. ഇനി അവർ വലുതാകുന്ന പ്രശ്നമില്ല. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നബിയേ, മുഅ്മിനീങ്ങളെ, സ്വർഗത്തിലൂടെ കറങ്ങി നടക്കുന്ന സേവകന്മാരായ പരിചാരകരായ ബാലന്മാർ, അവരെ നിങ്ങൾ കണ്ടാൽ ഹസിബുത്തഹും ലുഅ്ലുഅൻ മൻസൂറാ, വിതറപ്പെട്ട മുത്തുകളാണെന്ന് തോന്നും. പ്രത്യേകമായ യൂണിഫോം ധരിച്ച് പ്രത്യേകമായ ആംഗ്യ വിക്ഷേപങ്ങളിലൂടെ നടന്ന് സല്യൂട്ട് കൊടുക്കാനുള്ള ഈ ബാലന്മാരെ കണ്ടാൽ വിതറപ്പെട്ട മുത്തുകളാണെന്ന് തോന്നിപ്പോകുമാറ് മുത്തായ ബാലന്മാർ. മുമ്പേതോ ഒരാൾ പറഞ്ഞതാ, ചെറിയ ബാലന്മാരായിട്ട് അവിടെ സേവകന്മാരുണ്ടാകും. അത് ഈമാനിന്റെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ ചെറിയ കുട്ടികളായ കാഫിറുകളുടെ മക്കളാന്ന് പറഞ്ഞപ്പോ അത് തിരുമ്പി
തിരുമ്പയും കുളിക്കൊന്നുമില്ലല്ലോ. ഇതിറ്റങ്ങൾ വേള് കെട്ടപ്പം വിചാരിച്ചത് ഈ ചെക്കന്മാർ അതുപോലെ ഈ ഉടുക്കാത്ത ട്രൗസർ ഇട്ടിട്ടാണ് കൊണ്ടുപോകാനാണ്. അങ്ങനെയല്ല, അവിടെ എത്തുമ്പോഴേക്ക് അതൊക്കെ പരിവർത്തന വിധേയമായി. അവരുടെ സ്വഭാവ രൂപ നിറ വ്യത്യാസ സ്വഭാവങ്ങളൊക്കെ മാറ്റി. ആ ആയത്തിനെ തന്നെ നേരം വെളുക്കുന്നത് വരെ നിന്നാലും സന്തോഷം തീരുവോ? ചില പ്രത്യേക ബാലന്മാർ, ചില കുട്ടികൾ അവരുടെ പരിധാരണത്തിന് വേണ്ടി വരും. ലഹും, അത് അവർക്ക് പ്രത്യേകക്കാരായിട്ടുള്ളവരാണ്. ചെപ്പികളിൽ ഒളിപ്പിച്ചു വെച്ച മുത്തുകൾ പോലെ, ചെപ്പികൾക്കുള്ളിൽ വിളങ്ങുന്ന തിളങ്ങുന്ന മുത്തുകൾ പോലെ ഒരു പ്രത്യേക ബാലന്മാർ. ഇതാരാണെന്ന് പല അഭിപ്രായങ്ങളുണ്ട്. സ്വർഗീയ ആളുകൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തആല പ്രത്യേകം പഴക്കുന്ന ഹൂറുല്യങ്ങളെ പോലെയുള്ള അങ്ങനത്തെ ഒരു വിഭാഗം, ആൺകുട്ടികളായിട്ടൊരു വിഭാഗത്തെ അങ്ങനെയും അല്ലാഹു പടക്കുമെന്ന് പറഞ്ഞ തഫ്സീറുകൾ ഉണ്ട്. ഏതാവട്ടെ, നാം അതിൽ വിശ്വസിക്കുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വസ്ത്രമൊക്കെ ഒന്നിങ്ങനെ നന്നാക്കണ്ടേ? നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നടക്കണം, സ്റ്റൈലാക്കി നടക്കണം, ഡീസന്റ് ആയിട്ട് നടക്കണം. വലിബാസുഹും ഫീഹാ ഹരീർ, കുറഞ്ഞത് പട്ട. അവിടുന്ന് ആ തുടക്കം. നമ്മളെ ഈ കോറത്തുണിമൊന്നൊന്നുമല്ല, കുറഞ്ഞത് വലിബാസുഹും ഫീഹാ ഹരീർ, പട്ടുകൊണ്ടാണ് അവർക്ക് വസ്ത്രത്തെ അല്ലാഹു തആല ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. വയൽബസു ഉലൈക ലഹും ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാറു യുഹല്ലൗന ഫീഹാ മിൻ നസാബിറ മിൻ ദഹബിൻ വയൽബസൂന സിയാബൻ ഖുദറൻ മിൻ സുന്ദുസിൻ വസ്തബറഖിൻ മുത്തഖീന ഫീഹാ അലൽ അറായിക് നിഅമത് സവാബ് വഹസനത് മുർതഫഖാ. സൂറത്തുൽ കഹ്ഫ് എന്ന് ഓതിക്കോ മോമിനെ. ഇതൊക്കെ ഖുർആനിൽ കാണാം, അത് കണ്ട് സ്വർഗ്ഗത്തിലെത്താം. അല്ലാഹു പറയുന്നു പ്രത്യേകമായ ഒരു തരം പട്ട്, അതുകൊണ്ടുള്ള ഒരു പ്രത്യേകമായ പച്ച നിറത്തിലുള്ള ഉടുപ്പുകൾ. വസ്തബറഖിൻ, അത് വേറെ ഒരു തരം പട്ടുകളാണ്. പട്ടുകളുടെ വ്യത്യസ്തങ്ങൾ. പോളിസ്റ്റർ എന്ന് പറഞ്ഞാൽ മതിയോ, കോട്ടൺ എന്ന് പറഞ്ഞാൽ മതിയോ, അതിനേക്കാളൊക്കെ മുന്തിയ തരത്തിലുള്ള വസ്ത്രങ്ങൾ അല്ലാഹു തആല ഏർപ്പാട് ചെയ്യുന്നു. അവിടെ സുഖമായി കിട്ടും. അലൈഹാ സിയാബു അലൈഹിം സിയാബു സുന്ദുസിൻ ഖുദറുൻ വസ്തബറഖുൻ വഹുല്ലു അസാവിറ മിൻ ഫിദ്ദ. അതിന്റെ ഒക്കെ പുറമെ നല്ല നല്ല വളകൾ കൊടുക്കും. ഇവിടെ നമ്മുടെ കേരളീയ ആചാരത്തിൽ ആണുങ്ങൾ വളകളിട്ട് ശീലിക്കാറില്ല. അതുകൊണ്ട് നമുക്കൊരു പുതുമ തോന്നുന്നില്ല. അത് അവിടെ ആവശ്യമാണെന്ന് തോന്നുന്നവർക്ക് ഇത് കേട്ടപ്പോഴാണത്ര ഒരു ഉസ്താദ് ഓതി കൊടുക്കുമ്പോൾ ശിഷ്യൻ പറഞ്ഞത്ര എനിക്ക് വളയോട് ഇഷ്ടമല്ല, ഈ വേദനാവണ്ട, വേണ്ടെന്ന് വെച്ചാൽ മതി, ജയന്റെ പേരിൽ കേസ് കൊടുക്കൊന്നും വേണ്ട. അതൊക്കെ അവരവർക്ക് വലഹുമായ ഇഷ്ടവും വലഹുമായ എത്തഴവും. അപ്പൊ അതുകൊണ്ടൊന്നും ഒത്തുപോകാതെ ആരും പിരിഞ്ഞു പോകേണ്ട കാര്യമില്ല. അതൊക്കെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അള്ളാഹു പറയുകയാണ് എന്തെന്ന്, വഹുല്ലു അസാവിറ മിൻ ഫിദ്ദത്തിൻ, വെള്ളി കൊണ്ടുള്ള പ്രത്യേകമായ, ഇപ്പൊ തന്നെ കാണുന്നുണ്ടോ, വെള്ളി കൊണ്ടുള്ള വളകൾ. വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറാ, അതിശുദ്ധമായ പാനീയം അവർക്ക് അല്ലാഹു അവിടെ വെച്ച് കുടിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ദൗമായിലെ രാജാവ് ഉഖൈദിർ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയൊരു ചക്രവർത്തി ഒരു സമ്മാനം കൊടുത്തയച്ചു തിരുനബിക്ക്. ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരിയായ റസൂലുള്ളാഹി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു വലിയ രാജാവിന്റെ വക ഒരു സമ്മാനം. അതിങ്ങനെ തുറന്നു നോക്കുമ്പോൾ എന്താ ഉള്ളത്? ജുബ്ബത്തം മിൻ സുന്ദുസിൻ, നല്ല പട്ടുകൊണ്ടുള്ള ഒരു കുപ്പായം റസൂലുള്ളാഹിക്ക് കൊടുത്തയച്ചതാ. ഒരു അന്യ രാജാവ് ഇതുകൊണ്ട് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇതിങ്ങനെ കണ്ടപ്പോ എന്തൊരു നല്ല പട്ടിന്റെ കുപ്പായോ രാജാവ് കൊടുത്തയച്ചതാ, റസൂലുള്ളാഹിക്ക് കൊടുത്തയച്ചതാ. ഓരോരുത്തർ ഇങ്ങനെ തൊട്ടു നോക്കുക പട്ടിന്റെ കുപ്പായത്തിന്റെ ചൊറുക്കൊണ്ട് സഹാബാക്കൾ. അപ്പോഴേ അല്ലാഹുവിന്റെ റസൂൽ പറയടാ, ഈ പട്ടിന്റെ പിന്നാലെ കൂടണോ? നമ്മുടെ ചങ്ങാതിയായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് സ്വർഗത്തിൽ മുഖം തൊടുക്കാൻ അല്ലാഹു കൊടുത്ത കർച്ചീഫ് ഇതിനേക്കാളും ഗുണമുള്ളതാ. ഏത് തുടച്ചാന്നാക്കാനൊക്കെ വെറുതെ ഉണ്ടല്ലോ, ഒരു വേസ്റ്റ് ഒക്കെ തുടക്കാനുള്ള മനാദി കർച്ചീഫ്, അത് ഇതിനേക്കാളും ചൊറുക്കുള്ളതാ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു കൊടുക്കുന്ന കർച്ചീഫ്. അപ്പൊ അവരും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളല്ലേ. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ പരിശുദ്ധമായ ഹദീസിൽ കാണുന്നു. അവിടെ സ്വർഗത്തിലെത്തിയാൽ വസ്ത്രങ്ങള്, മക്കനകള്, ഇനി ഭാരന്മാര് എല്ലാമുള്ള ഭാഗങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. അവിടുത്തെ മക്കനെ പറ്റി, അവിടുത്തെ പെണ്ണുങ്ങൾ ധരിക്കുന്ന, അവിടുത്തെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യപ്പെട്ട പെണ്ണുങ്ങൾ തന്നെ ഇൻഷാ അല്ലാഹ് ദ്വാരന്ന് ദിക്ർ ചൊല്ലി, മഹീദിമാല ചൊല്ലി, ബദർ ബൈത്ത് ചൊല്ലി, ദീനിന്റെ
ദീനിന്റെ ആദർശം ഉറപ്പിച്ച് നിലനിർത്തി പള്ളിയിലേക്ക് പോകുന്ന ഭർത്താക്കന്മാർക്ക് ആവശ്യമായ ഭക്ഷണ സാധന വസ്ത്ര സൗകര്യങ്ങൾ കൊടുത്ത് മക്കളെ ഇസ്ലാം അനുസരിച്ച് പോറ്റി ഈമാൻ അനുസരിച്ച് നടക്കുന്ന പെണ്ണുങ്ങൾ അവിടെ എത്തുമ്പം അവർക്ക് കൊടുക്കുന്ന വസ്ത്രത്തിന്റെ ഒരു സ്റ്റൈല് സുബ്ഹാനല്ലാഹ്. ഇടീ പെണ്ണുങ്ങളെ വാങ്ങി കേൾക്കുന്നവരെ റമദാൻ മാസത്തിന്റെ അവസാനം പർച്ചേസിന് നടത്തി റോഡ് നിറച്ചിട്ട് തിങ്ങി നടക്കിയല്ലേ, ഹലാലും ഹറാമും ബോധമില്ലാതെ ഫാഷൻ ശരിയാക്കാൻ മോഡേൺ പരിഷ്കാരത്തിന്റെ പേരിൽ ഇത്തരം ഇറങ്ങി നടക്കുന്ന പെണ്ണുങ്ങളെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ യദ്ഖുലുൽ ജന്ന, അവര് സ്വർഗ്ഗത്തിൽ കടക്കില്ലെന്ന് മാത്രമല്ല, ആര് പരിഷ്കാരത്തിന്റെ പേരിൽ ആണുങ്ങളുടെ ഇടയിൽ ഇറങ്ങി കെഞ്ചി കേഞ്ഞു നടക്കുന്ന മായിലാച്ചും മുമീലാച്ച് ഓടി ഒളിച്ച് കെഞ്ചി കിഞ്ചി നടക്കുക, ആണുങ്ങളെ ആകർഷിപ്പിച്ച് ഹറാമീത്തുമായി നടക്കുക, അതും ഇതും പറഞ്ഞ് എവിടെ പോയാലും തിരക്കിടില്ല. പെണ്ണിന്റെ ശാലീനത കാക്കണം, പെണ്ണിന്റെ അച്ചടക്കം കാക്കണം. അത് കാക്കാതെ നടക്കുന്ന പെണ്ണിനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മുടി തുറന്നു കാണിക്കുന്നു, ഔറത്ത് തുറന്നു കാണിക്കുന്നു, ലാ യദ്ഖുലുൽ ജന്ന, പെണ്ണുങ്ങളെ ഈമാനുള്ള പെണ്ണുങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അവർക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല അതിന്റെ സുഗന്ധ സൗകുമാര്യത, സ്വർഗത്തിന്റെ സുഗന്ധ പരിമളം പോലും അവർക്ക് ലഭിക്കില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പെണ്ണുങ്ങളെ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇസ്ലാം പറഞ്ഞ ആ പഴയ അച്ചടക്കമുണ്ടല്ലോ, ആ പഴയ ശാന്തത വീട്ടിന്റെ ഉള്ളിൽ ഇസ്ലാമിക സ്വഭാവത്തിൽ ഒത്ത് മര്യാദക്ക് കഴിഞ്ഞുകൂടുക. അങ്ങനെ കഴിഞ്ഞുകൂടി സ്വർഗത്തിലെത്തിയാൽ നിങ്ങൾക്ക് അള്ളാഹു അവിടെ തരുന്ന ചൂരിദാറും അവിടെ തരുന്ന പർദായും അവിടെ തരുന്ന മഖനയും എന്തൊരു ഭംഗി. സ്വർഗത്തിലെ ഈമാനുള്ള സഹോദരിമാർ അവിടെ ധരിക്കുന്ന മഖന ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ, ആ ഒരൊറ്റ മഖന മതി ദുനിയാവും അതിലുള്ള സർവസ്വത്തെക്കാളും ഉത്തമമായിരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. അങ്ങനെ വരുമ്പോൾ ഇണകൾ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെയും ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെയും അല്ലാഹു തആല കൂട്ടി യോജിപ്പിച്ചു കൊടുക്കുന്നു. ദുനിയാവിലുള്ളവർ തന്നെ അടിസ്ഥാന യോഗ്യതകൾ ഉള്ളവരാണെങ്കിൽ അവരെ യോജിപ്പിച്ചു കൊടുക്കും. ഇതാണ് ഹദീസ് കൊണ്ട് മനസ്സിലാകുന്നത്. ഇത് പറഞ്ഞപ്പോഴാ ഏതോ ഒരു സാധു പറഞ്ഞത്, എന്റെ അപ്പെണ്ണനാണെങ്കിൽ എനിക്ക് തൽക്കാലം സ്വർഗത്തിൽ വേണ്ട, വേറെ ഒരു പെണ്ണ് പറഞ്ഞത്രേ പുതിയ അപ്പെണ്ണയാണെങ്കിൽ എനിക്ക് വേണ്ട, ഞാൻ നരകത്ത് പോയാലും വേണ്ടിയില്ല. നഊദു ബില്ലാഹ്. എന്തുകൊണ്ടാ? സ്വഭാവത്തിന്റെ വൈകൃതങ്ങൾ, നാരിമാർ നാഴിമാർ നാണം കുണുങ്ങികൾ, വിശ്വവിഭത്തിന്റെ നാരായ വേരുകൾ, ആകെ ഇടങ്ങേറ് പിടിച്ചിട്ട് പെണ്ണുങ്ങളെ പറ്റി പുതിയാപ്പിളാര് പറയുന്നത് അങ്ങനെ. എല്ലാ ഇടങ്ങേറുള്ള സൈസ് കുടുംബം എന്ന നരകം ഈ അവസ്ഥയിലാ ഉള്ളത്. എന്നാലേ അതിനെ നിങ്ങൾ പ്രശ്നമാക്കണ്ട. സ്വർഗത്തിന്റെ യോഗ്യത അവർക്കുണ്ടോ? ഭാര്യയ്ക്ക് സ്വർഗത്തിന്റെ യോഗ്യത ഭർത്താവിനുണ്ടോ? എന്നാ പിന്നെ നിങ്ങൾ അവിടെ ഒന്നിച്ചു കഴിയുന്ന ഇതിനൊരു പ്രശ്നമില്ല. അവരുടെ വല്ല വൈകൃതങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാഹു മാറ്റിക്കോളും. ഇവിടെ മിണ്ടാതെ മണിയറയിൽ പോലും പോയി കിടക്കുന്നതിന് വിഷമം കാണിച്ച പെണ്ണാണെങ്കിലും അവിടെ എത്തി യോഗ്യത രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ അവിടെ ഒന്നിച്ചു ജീവിക്കാം. അവിടെ മനസ്സിലുള്ള എല്ലാ അലട്ടും വെറുപ്പും അല്ലാഹു മാറ്റിത്തരുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. അവിടെ ഏറ്റവും യോജിച്ച ഇണകളായി. അപ്പോഴും ഇണകൾ ദുനിയാവിലെ ഭാര്യമാരും ഭർത്താക്കന്മാരും. ഇനി ഇവിടെ കുറെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഇവിടെ പെണ്ണ് കെട്ടാത്തവർക്ക് എന്താ ചെയ്യാ? പെണ്ണ് കെട്ടിയ ഉടനെ തന്നെ ബന്ധപ്പെടുന്നതിന് മുമ്പ് മരിച്ചുപോയാൽ പിന്നെ ആ പെണ്ണിനെ തന്നെയാണോ കിട്ടുക? പടച്ച റബ്ബേ, ഇതിന്റെ പേരിൽ ചിന്തിച്ച് പുണ്ണാക്കി കുത്തിറക്കണം മനുഷ്യ. അള്ളാഹു അതിനൊക്കെ ഇതൊക്കെ ഇക്കോലത്തിൽ ഉണ്ടാക്കിയ റബ്ബ് അതിനൊരു പരിഹാരം കാണൂലേ? ചില മനുഷ്യന്മാരെ ഇപ്പൊ നാളെ ചോദിക്കലേ, അപ്പൊ 3 പെണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ പെണ്ണുങ്ങളൊക്കെ കൂടി വേണ്ടാന്ന് വെച്ചാൽ അവിടുന്ന് ഒഴിവാക്കാൻ മാത്രം. എന്താ ചോദ്യോ? ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫയോട് ഇങ്ങനെ ഒരു വസ്വാസ് ഒന്ന് ചോദിച്ചു. ഒരു വസ്വാസ് അബൂ ഹനീഫ ഇമാമിനോട്, അതിബുദ്ധിമാനാ. എന്താ ചോദ്യം എന്നറിയോ ഉസ്താദേ? ഒന്നു എടുക്കുമ്പോ ഇന്ന് തമാശ അറിയാൻ പറ്റിയ ഒരൊറ്റ ദിവസം ഒന്നു എടുക്കുമ്പോ ഖിബിലക്ക് തിരിഞ്ഞ് ഇരിക്കല് സുന്നത്തല്ലേ? അതെ. കുളിക്കുമ്പോ ഒരാള് തുണിയൊക്കെ ഉണ്ടായിച്ചു വെള്ളത്തിന്റെ അടിയിലാണ്, തെറ്റില്ലല്ല? ഇല്ല. ആളുകളൊന്നും കാണൂലെങ്കിൽ ഔറത്ത് തുറന്നിട്ടുകൊണ്ട് ഖിബിലക്ക് തിരിഞ്ഞിരിക്കലോ കറാഹത്തല്ലേ? അതെ. അപ്പൊ ഒരാൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒന്നു എടുക്കുകയാണെങ്കിലോ ഓന്റെ ഇടങ്ങേറ് നോക്കണങ്ങള്. ഓന് തുണി കഴിച്ചിട്ടിട്ട് കുളത്തിലിറങ്ങി നിൽക്കുകയും വേണം, ഖിബിലക്ക് തിരിഞ്ഞ് നിൽക്കുന്ന കറാഹത്ത് ഒഴിവാക്കുകയും വേണം, വുളൂഇന്റെ സുന്നത്ത് കിട്ടുകയും വേണം. അതിന് അബൂ ഹനീഫ മറുപടി കൊടുത്താൽ എന്താണെന്നറിയോ? ഞാൻ എവിടേക്കാ തിരിഞ്ഞിക്കേണ്ടതാ ചോദ്യം. തുണി കഴിച്ചു വെച്ച സ്ഥലത്തേക്ക് നോക്കുക, അവിടേക്ക് തിരിഞ്ഞിക്ക. അതാരും എടുത്തുണ്ടോ നോക്കുക. അനക്ക് സുന്നത്തതാ. തുണി കഴിച്ചു വെച്ചിട്ട് വെള്ളത്തിലിറങ്ങിയാ പിന്നെ അനക്ക് സുന്നത്ത തുണി കഴിച്ചെടുത്തേക്ക് നോക്കുക. ഇതാണ് ഏറ്റവും സൂട്ടായ മറുപടി. എന്നല്ലാതെ വാസുവാസു ഹന്നാസ് ഇബ്ലീസിന്റെ പെണ്ണിന്റെ പേരെന്താ? ഞാൻ ആ കല്യാണത്തിന് പോയിട്ടില്ല. മറുപടി കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഈ ശാഖാപരമായ വിഷയങ്ങളിൽ സ്വർഗത്തിന്റെ കാര്യങ്ങളിൽ നമുക്ക് അറിയാൻ വയ്യാത്തത് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക. അതിനൊക്കെ ഏതായാലും അള്ളാഹു തആല എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കൂ. ഇത് അവിടെ ചെന്നിട്ട് പെണ്ണിനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ അള്ളാഹു തആല വിഷമിക്കേണ്ട പ്രശ്നം വരുന്നതിൽ നീ വിഷമിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ കാര്യം ഞാൻ
ഭാര്യമാരുണ്ടാകും, ഭർത്താക്കന്മാരും ഉണ്ടാകും. അവരുടെ സ്വഭാവം മാറും, രൂപം മാറും, സൗന്ദര്യം മാറും, പ്രകൃതി മാറും, വലിപ്പം മാറും, പ്രായം മാറും. ഇതൊക്കെ ഹദീസിലുള്ളതാ. അപ്പോൾ പിന്നെ ഇവിടുത്തെ വല്ല അലോഹ്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെ പ്രശ്നമല്ല. വലഹും ഫീഹാ അസ്വാജും മുത്തഹറ, അതിശുദ്ധവതികളായ പെണ്ണുങ്ങൾ ഭാര്യമാരെ അല്ലാഹു തആല പരിശുദ്ധകളാക്കും. ഇവിടത്തെ മാതിരി ഹൈള്, നിഫാസ് തുടങ്ങിയിട്ടുള്ള പ്രകൃതിപരമായ യാതൊന്നും അവർക്കുണ്ടാവുകയില്ല. ഇവിടെ അത് മോശമാണെന്നല്ല, ഇവിടെ അത് വേണോ, ഇവിടെ അത് വേണോ. ഇവിടെ അതില്ലെങ്കിൽ ഇവിടുത്തെ എങ്ങനെ ആർത്തവ ചക്രങ്ങളും പ്രസവ കാലഘട്ടങ്ങളും അതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഉത്പാദനങ്ങളും അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അതിനല്ലാഹു ഇവിടത്തേക്ക് പാകത്തിന് ഇവിടെ വെച്ചു. അവിടെ പിന്നെ അതിന്റെ ആവശ്യമില്ല. അവിടെ ക്ലോസ്, അവിടെ പിന്നെ സ്വന്തം കുടുംബം, ഭദ്ര കുടുംബം, ഡോക്ടർ അബ്ദു അവിടെ വെച്ച് അങ്ങനെ, ആ മുദ്രാവാക്യം അവിടെ വെച്ച് അങ്ങനെ. ഇവിടെ അങ്ങനൊന്നും ആവശ്യമില്ല. ഇവിടെ ഉണ്ടാകുന്നവരൊക്കെ ഉണ്ടാകട്ടെ, ഈമാനും മോമിനിയങ്ങളും കൂടുതൽ ഉണ്ടാകട്ടെ. അത് അത്രയും അല്ലാഹുവിന്റെ റസൂലിന് അഭിമാനകരമാണ്. ഇരിക്കട്ടെ. അപ്പോഴേ ശുദ്ധവതികളായ ഹൈള്, നിഫാസ് പോലുള്ളത് മാത്രമല്ല, കക്കൂസിൽ പോകേണ്ട, മൂത്രിക്കേണ്ട ആവശ്യം പോലും സ്വർഗീയ താമസക്കാർക്കുണ്ടാവുകയില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആഹാ, കക്കൂസ് പോകണ്ട. അപ്പോഴും കുറെ ആഹാരമൊക്കെ കഴിച്ചാൽ എന്താവല? അതെ, അതൊരു തരം വിയർപ്പിലൂടെ തന്നെ അല്ലാഹു തആല പോക്കിക്കളയുമെന്ന ഹദീസിലുള്ള മറുപടി. അപ്പോഴാ പണ്ടൊരു ബുദ്ധിമാന ചോദ്യം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന പണ്ഡിതനോട്, സഹാബിയോട്, അല്ല, സ്വർഗത്തിൽ നിങ്ങൾ കാഷ്ടിക്കാൻ പോകണ്ടെന്ന് നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞത് എന്തൊരു മണ്ടത്തരമാ? യഹൂദിയുടെ ചോദ്യം. അതെന്താ മണ്ടത്തരം? അല്ല, അതെങ്ങനെയാ പിന്നെ ഭക്ഷണം കഴിക്കും, ഇറച്ചി കഴിക്കും, മീൻ കഴിക്കും എന്നൊക്കെ പറയാം, എന്നിട്ട് കക്കൂസ് പോകണ്ടെന്നും പറയാം. അതിന് അബൂ ഹുറൈറ കൊടുത്ത മറുപടി എന്താണ്? ബുദ്ധിപരം. എന്താ മറുപടി എന്നറിയോ? ഇവിടെ ജൂതൻ, നീ 10 കിലോ ആഹാരം കഴിച്ചാൽ, പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാം, 10 കിലോ ആഹാരം കഴിച്ചാൽ നീ കക്കൂസ് പോയി, നീ വെളിയിലേക്ക് ഒഴിവാക്കിയ സാധനം എത്ര കിലോ ഉണ്ടാവും തൂക്കം? ഡോക്ടർ അബ്ദു, മെഡിക്കൽ സയൻസ് പ്രകാരം എത്ര വേസ്റ്റ് ഉണ്ടാകാം? പിന്നെ കണക്കും കാര്യമൊന്നും ഇല്ലേ? അല്ല, ബിരിയാണി കഴിച്ചതിന്റെ പൂളൊക്കെ കഴിച്ചതിന്റെ ഒരുപോലെ അല്ലല്ലോ, ആണോ? എല്ലാവരും അല്ലാതെ എന്തെന്നാ ഞാൻ ഇൽമ ഓടിക്കുക, ഇത് വൺവേ ഒന്നുമല്ല. നിങ്ങളിങ്ങനെ കേട്ടിരിക്കുന്ന 10 ദിവസമായില്ലേ, ഞാനൊന്ന് പഠിച്ചോട്ടെ. എല്ലാ ആഹാരത്തിന്റെയും വേസ്റ്റ് പുറത്തേക്ക് പോകുന്ന ഒരേ ശതമാനം അല്ല എന്ന് ഉറപ്പാ. അതിന് അദ്വൈത കിതാബ് ഓതിയില്ലെങ്കിൽ നമുക്കൊക്കെ ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്നാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബുദ്ധിപരമായ ഒരു ചോദ്യം ചോദിച്ചു, ആഹാരം കഴിച്ചാൽ എത്ര കിലോ? അപ്പൊ പറഞ്ഞു, അത്രയും ഇല്ല, കാഷ്ടത്തിന്റെ തൂക്കം കുറയും. ബാക്കിയൊക്കെ എവിടെ പോയി? ബാക്കിയൊക്കെ എന്തായിപ്പോയി? ബാക്കിയൊക്കെ ശരീരാവശ്യം വരെ പിടിച്ചെടുത്തു. എന്നാൽ ദുനിയാവിലെ ഭക്ഷണത്തിന് വേസ്റ്റ് ഉള്ളത് കൊണ്ട് വേസ്റ്റ് പുറത്തേക്ക് കളയണം. സ്വർഗത്തിലെ ഭക്ഷണത്തിന് വേസ്റ്റ് ഇല്ല. സ്വർഗത്തിലെ ഭക്ഷണം തീർത്തും ശരീരത്തിന് പിടിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന് പറ്റുന്ന വളരെയധികം ശുദ്ധമായ, അശുദ്ധമെന്ന് പറയാവുന്ന ഒന്നുമില്ലാത്തതുകൊണ്ട് കക്കൂസി പോകേണ്ട കാര്യമില്ല. പിന്നെ ഉള്ളത് ഒരു തരം ഗ്യാസ. അത് പുറത്തേക്ക് പോകാൻ വിയർപ്പിലൂടെ ചില കസ്തൂരിയുടെ സുഗന്ധമുള്ള ഒരു വിയർപ്പ്, അതിലൂടെ അല്ലാഹു തആല അത് നിർവഹിക്കുന്നു. ചുരുക്കത്തിൽ ഖുർആൻ കൊണ്ടുള്ള സ്വർഗത്തെ പറ്റി പറയണമെന്ന് ചോദിച്ചാൽ അത് ബുദ്ധി കൊണ്ട് സമർത്ഥിക്കാൻ കഴിയും. പക്ഷെ ഇന്നത്തെ പ്രശ്നം അതിനൊന്നും ഞാൻ ചെലവാക്കുന്നില്ല. ഈയുടെ ഒരു യുക്തിവാദി കുഞ്ഞമ്മദ് എന്ന് പറഞ്ഞ ചങ്ങാതിന്റെ കോഴിക്കോട്ടുകാരൻ, അവനൊരു പുസ്തകം എഴുതി, സ്വർഗം നരകം പരലോകം. സ്വർഗം നരകം പരലോകം എന്ന പുസ്തകം എഴുതിയിട്ട് ഇസ്ലാമിനെ കളിയാക്കുന്ന ആ മനുഷ്യൻ കണ്ടുപിടിച്ച കുഴപ്പം എന്താണെന്നറിയോ? മൂപ്പര് സ്വർഗം മുഴുവൻ ഇങ്ങോട്ട് പഠിച്ചിട്ട് അവസാനം ഒരൊറ്റ കമന്റ്, സ്വർഗത്തിൽ ഫുട്ബോൾ ഗ്രൗണ്ട് ഇല്ല. ആ പുസ്തകത്തിൽ കാര്യമായിട്ടുള്ള ഒരു ആരോപണ. ഞാനിതിങ്ങനെ വായിച്ചിട്ട് ആ ചങ്ങാതിന് ഒറ്റക്ക് കണ്ടാൽ പറയണം തോന്നുന്നുണ്ട്, മോനോ ഫുട്ബോൾ ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണോ ഇപ്പൊ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാത്തത്? നമുക്ക് എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കാം. ഇനി വേണ്ട, ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ മുകളിൽ കളിച്ചു, എന്നാലും വേണ്ടിലേക്ക് സ്വർഗം ഒഴിവാക്കല്ലേ. സത്യം പറഞ്ഞാൽ ഫുട്ബോൾ ഗ്രൗണ്ടും ക്രിക്കറ്റ് ഗ്രൗണ്ടും അല്ല, ഏഷ്യാഡിനെക്കാളും വലിയ ഗ്രൗണ്ട് ഇല്ലടോ അവിടെ. അതും ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടില്ലേ, അവനാവശ്യപ്പെടുന്നത് എന്തോ ഫുട്ബോൾ കളിക്കണം തോന്നുമ്പോഴല്ലേ അത് ആവശ്യമുള്ളൂ. അല്ല, നിശ്ചയിക്കുന്നവർക്ക് എന്തിനാ ഫുട്ബോൾ ഗ്രൗണ്ട്? എങ്കിൽ ആവശ്യമുള്ളതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ ഇൻക്ലൂഡ് അല്ലേ ഇതൊക്കെ? ഓരോരുത്തരുടെ സംശയത്തിന്റെ പോക്ക് പോകുന്ന പോക്ക്. അതുകൊണ്ട് സുഹൃത്തെ, ഈമാനുള്ളവർ ഉറച്ചു നിന്നോ. ഭാര്യമാരെങ്കിൽ ഭാര്യമാർ, സമപ്രായത്തിലുള്ള സുന്ദരിമാർ അല്ലാഹു തആല സ്വർഗത്തിൽ കൊടുക്കുന്ന ഭാര്യമാര് ദുനിയാവിലെ പ്രായ വ്യത്യാസത്തിലുള്ളവരാണെങ്കിലും ശരി, അവിടെ സമപ്രായത്തിലുള്ള സുന്ദരിമാരായി അല്ലാഹു തആല അവരെ മാറ്റിക്കൊടുക്കുന്നു. റസൂലുള്ളാഹി പറയുകയാണ്, സ്വർഗത്തിലെ സുന്ദരിമാരുടെ സൗന്ദര്യത്തിന്റെ ആധിക്യം സ്വർഗത്തിലെ പെണ്ണുങ്ങളിൽപ്പെട്ട ഒരു പെണ്ണ്, അഥവാ ദുനിയാവിലെ പെണ്ണുങ്ങളിൽ ഈമാനുള്ളവർ സ്വർഗത്തിലെത്തി. സ്വർഗത്തിലുള്ള ആ പെണ്ണ് ഭൂമിയിലേക്ക് എങ്ങാനും എത്തി നോക്കിയാൽ സൂര്യാസ്തമയ ഉദയദുഃഖന്റെ മുഴുവൻ ഭാഗങ്ങളും വെളിച്ചം കൊണ്ട് പ്രഭാമയമായി പോകുമെന്ന് ഖാല റസൂലുള്ളാഹി. ആ സുന്ദരി പെണ്ണിന്റെ സുഗന്ധ പരിമളം ഭൂമി ആകമാനം അടിച്ചു വീശും. അവള് ധരിച്ച വെറും ഒരൊറ്റ മൊക്കന മതി ലോകം മുഴുവനത്തെക്കാളും ഉത്തമമാണ്.
നമ്മുടെ ദുനിയാവിലെ പെണ്ണുങ്ങൾ ആഖിറത്തിലെത്തുമ്പോൾ ഉള്ള സൗന്ദര്യമാണ് ഈ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അവർക്കുള്ള സൗന്ദര്യത്തിൽ അവർക്കുള്ള മുമ്പല്ലിന്റെ ലംഘന കണ്ട് ജിബ്രീൽ പോലും അമ്പരന്നിട്ടുണ്ട്. ഹദീസിന്റെ അർത്ഥം അത് ആ ഹൂറുൽ ഐൻ എന്ന് പറയുന്ന ഒരു വിഭാഗം, അത് അല്ലാഹു തആല സ്വർഗീയവാസികളായ ആളുകൾക്ക് പ്രത്യേകമായി പടക്കുന്ന പെണ്ണുങ്ങളാണ് എന്നൊരർത്ഥം. അതല്ല ദുനിയാവിൽ ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്നതിന് മുൻപ് മരിച്ചു പോയവരോ ഭർത്താക്കന്മാരെ സ്വീകരിക്കാതെ തന്നെ ജീവിച്ചവരോ ആയ പെണ്ണുങ്ങളെ ഹൂറുൽ ഐൻ എന്ന പദവിയിലേക്ക് അല്ലാഹു ഉയർത്തുന്നതാണെന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. ഏതുമാകട്ടെ അല്ലാഹു അഅലം. ഹൂറുൽ ഐൻ എന്ന് പറയുന്ന ഒരു സൗന്ദര്യ പെണ്ണുങ്ങളുടെ കഥ, അവരുടെ ഒരു അനുഗ്രഹം പുരുഷന്മാർക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ കൊടുക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുരുഷന്മാരെയും കൊടുക്കും. അത് ഹൂറുൽ ഐൻ എന്നൊരു വകുപ്പിനെ പറ്റി ഖുർആൻ പറയുന്നില്ല. അപ്പോഴാവശ്യം പോലെ അല്ലാഹു അതെല്ലാം ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല എമ്പാടും പറഞ്ഞിട്ടുണ്ട്, അവിടെ പുരുഷന്മാർക്കായാലും പെണ്ണുങ്ങൾക്കായാലും ശക്തി കൂടുന്നു. ശക്തിയും കൂടും, വലിപ്പവും കൂടും. ശക്തി കൂടും, വലിപ്പം വളരെയധികം കൂടും. ഇവിടുത്തെ ഈ 4 മീറ്റർ വലിപ്പുള്ള ഈ കൊള്ളന്മാരായിട്ട് സ്വർഗത്തിൽ നിന്നാലും ഈ പറഞ്ഞ വലിയ തണൽ മരത്തിന്റെ ചോട്ടിലൊക്കെ എലിന്റെ വാതിൽ നിൽക്കൂലേ? അതുകൊണ്ട് തന്നെ ആയിരിക്കണം അല്ലാഹു തആല എല്ലാം ഒരേ സംവിധാനമാണ്. വളരെയധികം വലിപ്പം കൂടും, ശക്തിയും കൂടും. റസൂലുള്ളാഹി പറയുക, യുഅ്തൽ മുഅ്മിനു ഫിൽ ജന്ന ഖുവ്വത കദാ വകദാ മിനൽ ജിമാഅ. ലൈംഗികമായ ശേഷിയും ശക്തിയും അല്ലാഹു തആല വർദ്ധിപ്പിക്കും. എത്രത്തോളം എന്നോ, യുഅ്ത ഖുവ്വത മിആ, ദുനിയാവിനെ അപേക്ഷിച്ച് 100 ആളുകളുടെ ശക്തി അല്ലാഹു ഒരാൾക്ക് കൊടുക്കും എന്ന് റസൂലുള്ളാഹി. അപ്പോൾ ലൈംഗികമായ ആ ആസക്തിയെ പരിഹരിക്കാൻ അല്ലാഹു അതിന് അധികമാനമുള്ള പെണ്ണുങ്ങൾ ഹൂറുൽ ഐനായി, സ്വന്തം ഭാര്യമാരായി അല്ലാഹു തആല കൊടുക്കും. ലികുല്ലി റജുലിൻ മിൻഹും സൗജത്താനി അലാ കുല്ലി സൗജത്തിൻ 70 ഹില്ല. ആഭരണ വിഭൂഷിതകളായ കുറേ പെണ്ണുങ്ങൾ, 2 ഭാര്യമാര് വേണമെങ്കിൽ അങ്ങനെ. ഒന്നല്ലെങ്കിൽ ദുനിയാവിലെ പെണ്ണ്, പിന്നെ ഹൂറുൽ ഐൻ യുറാ മുഖു സാഖിഹാ മിൻ വറാഇഹാ. പുറകിൽ നിന്ന് നോക്കിയാൽ അവളുടെ കാലിന്റെ ഞണമ്പ്, കാലിന്റെ ഉള്ളിലുള്ളത് കാണാം. ആ ശരീരത്തിന്റെ സ്ഫടിക സമാനത, സൗന്ദര്യത്തിന്റെ ആധിക്യം കൊണ്ട് അത്രയും സൗന്ദര്യമാണ്. ഹൂറുൽ ഐനെ കുറിച്ച് ഖുർആൻ കൂടുതൽ പറയുന്നുണ്ട്. വഹൂറുൽ ഐൻ കംസാലിൽ ലുലുൽ മക്നൂൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. സൗന്ദര്യ തിടമ്പുകളായ ഹൂറുകൾ വളരെയധികം മുത്തുച്ചിപ്പികൾ പോലെ, ചിപ്പിയിൽ അടക്കപ്പെട്ട മുത്തുകളെ പോലെ. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാ ഫജഅൽനാഹുന്ന അബ്കാറാ ഉർബൻ അത്റാബാ ലിഅസ്ഹാബിൽ യമീൻ സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ. ഹൂറുകളായ സ്വർഗീയ സ്ത്രീകളെ അല്ലാഹു തആല പ്രത്യേകമായ രൂപത്തിലാണ് വളർത്തുന്നത്. അവരുടെ സൗന്ദര്യ രൂപ ലാവണ്യങ്ങളെ സംവിധാനിക്കുന്നത് പ്രത്യേക രൂപത്തിലാണ്. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാ ഫജഅൽനാഹുന്ന അബ്കാറാ. കന്യകമാരായ തിടമ്പുകൾ, കന്യകമാരായ സുന്ദരിമാർ, ഉർബൻ അത്റാബാ, ഭർതൃ സ്നേഹികളായ പുരുഷന്മാരെ സന്തോഷിപ്പിക്കാനും സ്നേഹിക്കാനും ഏറ്റവും കൂടുതൽ അറിയുന്നവർ ഉർബൻ അത്റാബാ, സമപ്രായക്കാരികൾ. ലിഅസ്ഹാബിൽ യമീൻ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജീവിച്ച മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുക്കും. ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നു, വഇൻദഹും ഖാസിറാത്തുത് തർഫി ഐൻ കഅന്നഹുന്ന ബയളുൻ മക്നൂൻ. ഇതൊക്കെ ഓടുമ്പോഴേക്ക് വൈകാരികമായി സന്തോഷം ഉണ്ടാക്കുന്ന ഘട്ടങ്ങളല്ലേ. അവർക്ക് അല്ലാഹു തആല പെണ്ണുങ്ങളെ കൊടുക്കുന്നു. ഖാസിറാത്തുത് തർഫി, ിലേക്കല്ലാതെ മറ്റൊരിടത്തേക്കും കണ്ണ് വായിപ്പിക്കാത്ത, സ്വന്തം ഭർത്താവിനെ തന്നെ സന്തോഷിപ്പിക്കുകയും തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന, മറ്റൊരാളിനെ കൊള്ളയും നോക്കാത്ത, ലാ യൻദുറൂന ഇലാ ഗൈരി അസ്വാജിഹിന്ന, മറ്റിടത്തേക്ക് അവർ നോക്കില്ല, നോക്കേണ്ട ആവശ്യം അവർക്കില്ല. വളരെ സുന്ദരിമാർ. കഅന്നഹുന്ന ബയളുൻ മക്നൂൻ, സുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ട മുട്ടകൾ പോലെ വളരെ കരുതി തടങ്കലിലോടുകൂടെ സൂക്ഷിക്കപ്പെട്ട ശാലീനതയിൽ ജീവിക്കുന്ന സുന്ദരിമാർ. അല്ലാഹു തആല ചോദിക്കും, ഇനി എന്തെങ്കിലും വേണോ? അതെ, അല്ലാഹു അപ്പോൾ പറയും, ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനമുണ്ട്. അതെന്താണ്? എന്റെ പൊരുത്തം, പരിപൂർണമായ പൊരുത്തം, ചോദ്യം ചെയ്യാത്ത പൊരുത്തം, തിരിച്ചെടുക്കാത്ത പൊരുത്തം. ഇതാ ഞാൻ നിങ്ങളെ മുഴുവൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഫലാ അസ്ഹതു അലൈക്കും ബഅദഹു അബദാ, ഇനി ഒരു കാലത്തും ഞാൻ നിങ്ങളോട് ദേഷ്യം പിടിക്കില്ല എന്ന് അല്ലാഹു തആല അവിടെയുള്ളവരോട് പറയും. ഏറ്റവും ഒടുവിലായി നരകത്തുനിന്ന് കഴിച്ചിലായി സ്വർഗത്തിലെത്തുന്ന ഒരാളെ പറ്റി അല്ലാഹു റസൂലിന് കഥ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ചിരിക്കാനും കൂടുതൽ ചിന്തിക്കാനുള്ള കഥ സഹീഹ് ബുഖാരിയിൽ കാണാം. ഏറ്റവും ഒടുക്കം അല്ലാഹു തആല സ്വർഗത്ത് കടത്തുന്ന ആളായിരിക്കും. ആരാണ് ആള്? നരകത്ത് കടന്ന് വയന്ന് ബുദ്ധിമുട്ടായി അങ്ങനെ ശഫാഅത്തുകളുടെ മഹത്തായ സൗഭാഗ്യം കൊണ്ടൊക്കെ കര കയറി ഇങ്ങനെ വരിക. അങ്ങനെ അവൻ നരകത്തിൽ നിന്ന് കഴിച്ചിലായിരുന്നു.
ശഫാഅത്തിന്റെ ഊക്കുകൊണ്ട്. നരകത്തിൽ നിന്ന് കഴിച്ചിലായി കാണുമ്പോ ഇൽത്തഫത്തയിലേഹ, നരകത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കും പടച്ച റബ്ബേ. ഫഖാല, അപ്പോഴവൻ പറയും തബാറക്കല്ലദീ നജാനി അന്റെ അദാബിൽ അല്ലാഹുവിനെ കാത്തുകണ് എന്ന് പറഞ്ഞിട്ട് അവൻ സ്വർഗ്ഗത്തിലേക്ക് അടുക്കുക. പക്ഷെ സ്വർഗ്ഗത്തിൽ എത്തിയിട്ടില്ല. അഅതാനില്ലാഹു ശൈഅൻ അഅതാഹു അഹദൻ മിനൽ അവ്വലീന വൽ ആഖിരീൻ, ഞാൻ രക്ഷപ്പെടുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. നരകമേ, എന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവിനെ കാത്തിരിക്കുന്നു, മഹാസൗഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ അവനങ്ങനെ നിൽക്കുമ്പോൾ കാണും ഒരു മരം. സ്വർഗത്തിലെത്തിയിട്ടില്ല, സ്വർഗത്തിലേക്ക് എത്താനുള്ള ശ്രമമാണ്. ഒരു വലിയ മരം. അല്ലാഹുവിന്റെ റസൂൽ പറയാ, അതിന്റെ പുഷ്പങ്ങൾ, അതിന്റെ ശോഭമയമായ അവസ്ഥ, അതിന്റെ പച്ചിലിച്ച അവസ്ഥ, അതിന്റെ ചൊറുക്കുള്ള അവസ്ഥ കണ്ട് കാണുമ്പോൾ ഇവൻ പറയും, റബ്ബി ഉദ്നിനി മിൻ ഹാദിഹി ഷജറ, എന്നെ ഒന്ന് ആ മരത്തിന്റെ ചോട്ടിക്ക് എത്തിച്ച സ്വർഗല്ലേ ചോദിക്കണത്, എന്നെ ആ മരത്തിന്റെ ചോട്ടിക്കൊന്ന് എത്തിക്ക് റബ്ബേ. ഫലി അസ്തവില്ല ബിളില്ലിഹാ വഅശ്റബ മിൻ മാഇഹാ, അവിടുന്ന് ആ ചോട്ടിന്ന് കുറച്ച് വെള്ളം കോരി കുടിച്ച് ആ മരത്തിന്റെ ചോട്ടിൽ അവിടെ ഒന്ന് നോക്കുകള്. സ്വർഗമാണെന്നല്ല പറയണത്, സ്വർഗത്തിനൊരു മൂലക്ക് വിറക് കീറുന്ന വഴി കിട്ടിയാൽ മതി എന്നില്ലേ. എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഓരോ ദിവസം പറഞ്ഞതാ, പൈസ നിങ്ങൾ ആ ജന്നാത്തുൽ ഫിർദൗസ് ഔദുൽ കൗസർ ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അതിനകത്തൊന്നും ഇപ്പൊ നന്നാവാനാവൂല, എനിക്ക് ആ സ്വർഗത്തിന്റെ മൂലക്കൊരു വിറക് കീറുന്ന വഴി കിട്ടിയാൽ മതി. അതിനിതാ ആണ്ടുകൾക്കാണെങ്കിൽ പൈസ, വയലുകൾക്കാണെങ്കിൽ പൈസ. ചില ആൾക്കാരുണ്ട് ഈ സ്വർഗം ബുക്ക് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച് ഓരോ പോക്കാം. ടിക്കറ്റ് നിങ്ങൾ എടുക്കണം, ഓക്കെ ആക്കണം, കൺഫേം ആക്കണം, ഞാൻ ആ സമയത്ത് അങ്ങോട്ട് വരാം. എന്നാൽ ആ പൈസ തരാൻ പള്ളിയിലെ ഉസ്താദിനെ കാണാൻ വരുന്ന സമയത്ത് ഉസ്താദ് പറയും, മോനെ ഒഹ്റ് ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിച്ചിട്ട് പോയാൽ പോരെ. എക്സ്ക്യൂസ് മീ, സോറി, എനിക്ക് ബിസി, എനിക്കിന്ന് 10 കല്യാണത്തിന് പോകാനുണ്ട് ഉസ്താദെ, അതുകൊണ്ട് ഉസ്താദ് ദ്വാരക്ക് ദുനിയാവ് ആഹ്റും ഒക്കെ നന്നാവട്ടെ. ഒരു 50 ഉറുപ്പിക കൈമടക്കം കൊടുത്തിട്ട് ദുനിയാവ് ആഹ്റും നന്നാകാൻ വേണ്ടി കരച്ച് വ്യാമോഹിച്ച് നടക്കുന്ന മനുഷ്യ വിഡ്ഢി. അന്ന് നിസ്കാരം നിസ്കരിച്ചു പോയിക്കൂടെ? വിളമ്പി വെച്ച ചോറ് തിന്നണ മാതിരി കൊടുത്ത ബാങ്കിന്റെ നിസ്കാരം അതിന് പോലും തയ്യാറാവൂല, പറ്റൂല. അവരൊക്കെ കുടുങ്ങിപ്പോവും. പഠിച്ചവനെ, ഈമാനോടെ ഹാത്തിമത്ത് നന്നായി മരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നല്ലപോലെ കരുതിക്കോ, ചെയ്യാവുന്ന അത്ര നല്ല കാര്യങ്ങൾ ചെയ്യുക. നോക്ക്, അവസാനത്തെ ഈ മനുഷ്യൻ സ്വർഗത്തിന്റെ എത്തെത്തിയിട്ട് ആ മരത്തിന്റെ ചോട്ടിൽ കിന്നാക്കിക്കൊണ്ട റബ്ബേ പഠിച്ചവൻ, എനിക്ക് അവിടെ കുറച്ച് വെള്ളം കുടിച്ച മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ കൂടാ. അപ്പൊ അല്ലാഹു തആല ചോദിക്കും, യബ്ന ആദം, ഇങ്ങനെ ഈ പല വർത്താനം മുമ്പും പറഞ്ഞു, എന്നെ ഇവിടെ നിന്ന് കയറ്റി കിട്ടിയാൽ മതി ഇതുവരെ കരച്ചില്, ഇപ്പൊ കയറ്റിയപ്പോ എനിക്ക് മരത്തിന്റെ ചോട്ടിൽ. എന്നാലേ ഈ വേറെന്തോ ചോദിക്കോ? അവിടെ എത്തിയാ പിന്നെ എന്റെ മട്ട് മാറുമോ? ലാ യാ റബ്ബ്, ലാ യാ റബ്ബ്, എക്സ്ക്യൂസ് മീ, നോ നോ, ഇല്ല, ഒന്നും ചോദിക്കൂല. അപ്പൊ അല്ലാഹു തആല പറയും, വേറൊന്നും ചോദിക്കരുത്. ഉറപ്പല്ലേ? ഉറപ്പാണ്. കരാറൊക്കെ ഉണ്ടാക്കും അവിടെ. വേറൊന്നും ചോദിക്കരുതെന്ന് കണ്ടീഷൻ ഉറപ്പിച്ചിട്ട് അവനങ്ങനെ കൊണ്ടുവന്നിട്ട് സ്വർഗത്തിന്റെ പരിസരത്തുള്ള ആ മരത്തിന്റെ ചോട്ടിൽ അവിടെ എങ്ങനെ അങ്ങോട്ട് എത്തുമ്പോൾക്ക് സുബ്ഹാനല്ലാഹ്, ഓനെ ക്ഷമിക്കാൻ കഴിയാത്തത് കണ്ട് കാണല്ലേ സ്വർഗത്തിന്റെ സൗകുമാര്യ മനോഹര സ്വപ്നങ്ങൾ. അതങ്ങോട്ട് കാണുമ്പോൾക്ക് ഇവൻ ഒന്നുകൂടി പഠിച്ചോനെ അവിടുത്തെ വെള്ളമൊക്കെ കുടിച്ചിട്ട് റാഹത്തായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഓൻ അതിനേക്കാളും ചൊറുക്കുള്ള ഒരു കാഴ്ച, ഒരു പൂന്തോട്ടം, ഒരു ഉദ്യാനം, ഒരു മരം, അത് കാണുമ്പോ പഠിച്ചോനെ എന്നെ കുറച്ചുകൂടി അങ്ങോട്ട് അടുപ്പിച്ചു തരുമോ ചോദിക്കാണ്. അള്ളാഹുവിനോട് ചോദിക്കാം, റബ്ബി ഉദ്ഖുൽനിഹ, ഏതായാലും ഇവിടെ എത്തിയില്ലേ, ഇവിടം വരെ എന്റെ റഹ്മത്ത് കൊണ്ട് പ്ലീസ് ഒന്നുകൂടി അങ്ങോട്ട്. അപ്പോഴ അല്ലാഹു തആല പറയും, യബ്ന ആദം മാ യുസ്റിനി, എന്താടാ ഇങ്ങനെ എന്റെ സ്വഭാവം? പോട്ടെ, ഒരു ചോയ്സ്, ഒരു പ്രിഫറൻസ്, എനക്ക് സ്വർഗത്തിന് പകരം ദുനിയാവ് മുഴുവൻ എനിക്കാണ് തരാം. നല്ല സുഖമായിരിക്കും. ദുനിയാവ് മുഴുവൻ, അതിലാരും കൂട്ടുഭരണം ഉണ്ടാവില്ല, ഐക്യമുന്നണിയും വേണ്ട, ഇടതുമുന്നണിയും വേണ്ട, ഈ ഒറ്റക്ക് ഭരിച്ചോ, അത് മതിയോ? അപ്പോഴീ സാധു മനുഷ്യൻ റബ്ബിനോട് പറയും, യാ റബ്ബ് അത്തസ്തഹ്സിഉ ബി വഅൻത റബ്ബുൽ ആലമീൻ, എന്താ പഠിച്ചോനെ ഈ ലോകരക്ഷിതാവായിട്ട് എന്നെ കളിയാക്കുകയാണോ? അപ്പോഴ അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും ചിരിയാ. ഇതാണ് പറഞ്ഞിട്ട് റസൂലുള്ളാഹി ചിരിഞ്ഞു പോയി, ചിരിക്കാതിരിക്കോ? എന്ത് പണിയാ പഠിച്ചോനെ, ചിന്നെ കളിയാക്കുക. മലപ്പുറം ഭാഷയിലും കൂടി ആണെങ്കിൽ എന്ത് രസമുണ്ടാവും. ഇതെന്താ പഠിച്ചോനെ എന്നെ കളിയാക്കണത് എന്ന ആ ഒരു രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് കരഞ്ഞുപോയി. അപ്പൊ സഹാബത്ത് ചോദിച്ചു, മിമ്മത്ത് ദഹഖു യാ റസൂലല്ലാഹ്, തങ്ങൾ എന്തേ ചിരിച്ചെന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഇവന്റെ ഈ വർത്താനം കേട്ടിട്ട് റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് പോലും ചിരി പൊട്ടിപ്പോയി. എന്നിട്ടോ എന്താ ചോദ്യം? ജിന്നെ കളിയാക്കാണോ എന്ന ചോദ്യത്തിന് ഇത്രയും പറയുമ്പോൾ അല്ലാഹു തആല പറയും, ഇന്നി ലാ അസ്തഹ്സിഉ മിൻക, നിന്നെ ഞാൻ കളിയാക്കുകയല്ല, വലാകിന്നി കുല്ലമാ അശാഉ ഖാദിർ, ഞാൻ ഉദ്ദേശിക്കുന്നതിനൊക്കെ എനിക്ക് കഴിവുണ്ട്, അതുകൊണ്ട് കേറിക്കോ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഹുവ ആഖിറു റജുലിൻ ദുഖൂലൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് അവസാനം കേറുന്നവന്റെ കയറ്റം എങ്ങനെയാ? സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, കുറെ കൂടുതൽ പറയാനുണ്ട്. സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങൾ കൂട്ടുകുടുംബ
കുടുംബസമേതം ഒന്നിച്ച് മലായിക്കകളെ സ്വാഗതം ചെയ്യുന്നു. മലായിക്കത്തുകൾ സംസാരിക്കുന്നു. വൽ മലായിക്കത്തു യദ്ഊൻ റബ്ബനാ വഅദ്ഖിൽഹും ജന്നാത്തി അദ്നിൻ അല്ലദീ വഅദ്തഹും വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. സ്വർഗ്ഗത്തിലെത്തിയാൽ പിന്നെ ദറജ വ്യത്യാസം ഉണ്ടാവും. സ്വർഗത്തിലെത്തിയാൽ പിന്നെ ദറജ വ്യത്യാസം ഉണ്ടാവും. ബാപ്പ വലിയ ആലിമായിരിക്കും, സുന്നിയായിരിക്കും, അടിയുറച്ച ഈമാനുള്ള ആലിം. അദ്ദേഹം സ്വർഗത്തിലെ ഉന്നത സ്ഥാനത്ത്, വലിയ സ്ഥലത്ത്. മകൻ SSF ആയിരിക്കും. വേണ്ടത്രയൊന്നും വിവാദത്ത് തറാവി 20 പള്ളിയിൽ കേൾക്കണതിന് പകരം മൂപ്പർ ഇടക്കിടക്കൊക്കെ വേദന പോയിട്ട് തറാവി എന്ന് മുങ്ങും. അങ്ങനെ ബാപ്പയും മകനും തമ്മിലുള്ള അമല് വ്യത്യാസം ഉണ്ടാകുമ്പം സ്വർഗത്തിലെ ദറജ വ്യത്യാസം ഉണ്ടാകും. അപ്പം ബാപ്പ ഉമ്മ മകൻ കൂട്ടുകുടുംബ മുന്നണി അവിടെ തകരും. അത് തകർന്നാൽ ഒരു ചെറിയ സങ്കടം വരും. അതില്ലാതെയാക്കാൻ മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. റബ്ബനാ വഅദ്ഖിൽഹും ജന്നാത്തി അദ്നിൻ അല്ലദീ വഅദ്തഹും. അവരെ നീ വാഗ്ദത്തം ചെയ്ത സ്വർഗ്ഗം നീ കൊടുത്തു. ഇനി നീ ഒരു കാര്യവും കൂടി ചെയ്താൽ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. ഭാര്യമാരെയും മക്കളെയും ബാപ്പമാരെയും ഒക്കെ ഒത്തൊരുമിച്ച് കൂട്ടിയിട്ട് അവർക്കൊരു കൂട്ടുമുന്നണി കൊടുക്കണം റബ്ബേ. അല്ലാഹു തആല പറയും. അല്ലാഹു അതിന് പ്രതികരണം അതാ, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ. സ്വർഗത്തിലേക്ക് അവർ കടക്കുന്നു. വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. അവരുടെ സ്വാലിഹീങ്ങളായ ബാപ്പാരും മക്കളും ഭാര്യമാരും ഒക്കെ ഒത്തൊരുമിച്ച് സ്വർഗത്തിൽ അണിനിരക്കുമെന്ന് ഖാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹു പറയുമ്പോഴും നമ്മുടെ ഉമ്മമാര് മരിച്ചുപോയവരുണ്ട്, നമ്മുടെ ബാപ്പമാര് മരിച്ച ഖബറിൽ കിടക്കുന്നവരുണ്ട്. എന്റെ ഉപ്പായും ഉമ്മായും മരണപ്പെട്ടുപോയി, എന്റെ പ്രധാനപ്പെട്ട ഉസ്താദുമാര് മരണപ്പെട്ടുപോയി. റഹ്മുർ-റഹീമായ റബ്ബ് അവരോട് കൂടെ നമ്മുടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മുടെ ഭാര്യ മക്കൾ കൂട്ടുകുടുംബക്കാര് സ്നേഹിതന്മാർ ഒത്തൊരുമിച്ച് അല്ലാഹു ഈ ഖുർആനിൽ പറഞ്ഞ വാഗ്ദത്തിലേക്ക് നമ്മളെ എല്ലാവരെയും ഉയർത്തി തരട്ടെ. വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാൻ. ഈമാനികമായി യോജിപ്പുള്ള മക്കളും കുട്ടികളും ബാപ്പയും മുഴുവൻ സ്വർഗത്തിൽ ഒന്നിപ്പിക്കുന്ന അൽഹഖ്നാ ബിഹിം ദുർരിയ്യതുഹും വമാ അലസ്നാഹും മിൻ അമലിഹിം മിൻ ശൈഇ. അവരെ ഒന്നിപ്പിച്ച് സ്വർഗത്തിൽ പാർപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു സംശയം വരും. എന്താണെന്നറിയോ? ചിലപ്പോ ഈമാനുള്ള മനുഷ്യന്മാർ തന്നെ പറയും, ഓൻ കിടക്കണം സ്വർഗത്ത്, ഞാൻ കിടക്കണില്ല. നമുക്ക് 5 വർത്താനം പറയാ. AP ഗ്രൂപ്പ്, EK ഗ്രൂപ്പ്, അത് ഗ്രൂപ്പ്, ഇത് ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ്, ഓരോരോട് വർത്താനം പറയും. ചിലപ്പോഴേ കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്നും പറയരുത്. അവർ സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ യോജിപ്പുള്ള മുഴുവൻ ആലിമീങ്ങൾക്കും അല്ലാഹു ഒന്നുകൂടി ആദർശാടിസ്ഥാനപരമായി യോജിപ്പ് വർദ്ധിപ്പിച്ചു തരട്ടെ. അത് നമ്മുടെ ദ്വാരക്കേണ്ടതിനാണ്. രാഷ്ട്രീയപരമായ ചെറിയ പിണക്കങ്ങളോ ചെറിയ കുഴപ്പങ്ങളോ, കൊടിന്റെ നിറത്തിന് പച്ച നല്ലത് ചുവപ്പോ നല്ലത്, കൂടുതൽ രണ്ടും പടക്ക, എന്നാ പിന്നെ ബെറ്റർ ഏതാണ്? ഈ കൊല്ലം ഇത് നല്ലത്, ആ കൊല്ലം അങ്ങനൊക്കെ ഉണ്ടാവും. അത് ദുനിയാവിന്റെ ബഹളമല്ലേ, അതങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. എന്നാലോ സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, നല്ല നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ടായി. അവരെ മുഴുവൻ അല്ലാഹു സ്വർഗത്തിലെത്തിച്ചാൽ ഇവിടെ ചെറിയ ആലോചനകളൊക്കെ അവിടെ ഉണ്ടായി പോയിട്ടുണ്ട്. സാരമില്ല. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ളില്ലിൻ ഇഖ്വാനാ. നേരത്തെ ഞാൻ ഖുലൂബിഹിം എന്ന് ഓതി പോയിട്ടുണ്ട്. എന്നാ കൗസർ പറയണ്ടേ? വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ളില്ലിൻ ഇഖ്വാനാ. അവരുടെ മനസ്സിന്റെ ഉൾത്തലങ്ങളിലുള്ള പോരുകളും വൈരാഗ്യങ്ങളും കണ്ടുകൂടായ്മകളും മുഴുവൻ നാം നിഷ്കാസനം ചെയ്യുന്നതാണ്. അത് മുഴുവൻ നാം എടുത്തു കളയുന്നതാണ്. ഇഖ്വാനൻ അലാ സുറുരിൻ മുതഖാബിലിൻ. അവരൊന്നിച്ചൊന്നൊരുമിച്ച് പഴയകാല സ്നേഹം, ഒരു ബ്രെയിൻ വാഷ്. അവരുടെ മനസ്സ് തമ്മിൽ ശുദ്ധിയായി പോയി. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ എപ്പോഴും പറയലുണ്ട്, പടച്ചോനെ ഈ വാക്ക് തന്നതാണല്ലോ, അതുകൊണ്ട് ഞാനും ചിലരും തമ്മിൽ അങ്ങനെയൊക്കെ ദുനിയാവിലുണ്ടായി പോയിട്ടുണ്ട്. അത് നീ അവിടെ നിന്ന് പരിഹരിച്ചു തരണം റബ്ബേ. ചില ആഭ്യന്തര കലഹങ്ങളൊക്കെ ഉണ്ടായില്ലേ? സഹാബാക്കളുടെ ഇടയിൽ തന്നെ ചില ആഭ്യന്തര പ്രശ്നങ്ങളും ചില ചെറിയ 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 സമരങ്ങളും അതൊക്കെ ഉണ്ടായതിന്റെ പേരിൽ ആഖിറത്തിൽ അതൊക്കെ പരിഹരിച്ചു തരണം. അതേസമയത്ത് നമ്മൾ പറയല അങ്ങനെയല്ല, ഓൻ നമ്മൾ സ്വർഗം കൊടുക്കാക്കട്ടെ, സുന്നത്യമായത്തിൽ ആളെ കഴിഞ്ഞിരിക്കുന്നു, ഓനെ ഒന്നും വേണ്ടാന്നാ. അങ്ങനെ നീ നമ്മൾ പറയണ്ട. സുന്നത്യമായിട്ട് പിന്നെ എമ്പാടും ആള് വേണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു റസൂലിന്റെ ഉമ്മത്തുകൾ കൂടട്ടെ. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകുടുംബങ്ങളിലൊക്കെ ആരെങ്കിലും തെറ്റുദ്ധാരണയിൽപ്പെട്ട് കുഴങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുടിയിരിക്കണമെങ്കിൽ അവർക്ക് അല്ലാഹു ഹിദായത്ത് വർദ്ധിപ്പിക്കട്ടെ. യഥാർത്ഥമായ സുന്നത്യമായത്തിൽ രാഷ്ട്രീയപരമായ കടപ്പാടില്ലാത്ത, ഒരു ആളോടും ഒരു ബന്ധവും ഇല്ലാത്ത, ദീനിന് മാത്രം പ്രാമുഖ്യം കൊടുക്കുന്ന ആദർശ ശുദ്ധി അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. നമ്മുടെ സ്നേഹിതന്മാർ ആരെങ്കിലും തെറ്റിദ്ധരിച്ച് അവിടെ ഇവിടെയൊക്കെ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ശരിയായ ഹിദായത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, അപ്പൊ എല്ലാവരും നന്നാകുക, എല്ലാവരും കൂടി വരിക. അങ്ങനെ ഒന്നിച്ചിങ്ങോട്ട് വന്നാൽ അവർ വല്ലാത്ത സന്തോഷത്തിലാണ്. അവർക്ക് ഓരോരുത്തർക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. ഖുർആൻ പറയുകയാണ്, മൊത്തത്തിൽ ജോറായ സംഗതികൾ.
ഈ ആയത്തൊക്കെ ഇങ്ങനെ ഓതുമ്പോ മനസ്സിലൊരു തണുപ്പ. എന്തായിരിക്കും കണ്ടാലുള്ള മനോഹാരിത രംഗം? അതെന്തൊരു അനുഗ്രഹമാണ്, അതെന്തൊരു രാജാധികാരമാണ്, അതെന്തൊരു ആധിപത്യമാണ്. എല്ലാവരും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവന്റെ റഹ്മത്ത് വിശാലമാണ്. അങ്ങനെ അവിടെ അങ്ങോട്ട് എത്തിയാൽ ആദ്യം പറയുന്ന പ്രസ്താവന എന്താണെന്നറിയോ? വഖാലു, സ്വർഗീയവാസികൾ സ്വർഗത്തിൽ നിന്ന് പ്രസ്താവിക്കും, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഇത് വലിയ ദിക്റ. ഒന്ന് ചൊല്ലിയാട്ടെ എല്ലാവരും ഒന്നിച്ചെന്റെ കൂടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഈ സ്വർഗീയ പൂങ്കാവന വീട്ടിലേക്ക് ഞങ്ങളെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ അനുവാദം തന്ന അള്ളാഹുവിന് സർവസ്തുതിയും അർപ്പിക്കുന്നു ഞങ്ങൾ. അള്ളാഹുവിന്റെ ഹിദായത്ത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇവിടം എത്തിച്ചേരാൻ കഴിയുമായിരുന്നില്ല എന്ന സന്തോഷത്തോടുകൂടിയുള്ള പ്രഖ്യാപനം. ലഖദ് ജാഅത് റുസുലു റബ്ബിനാ ബിൽ ഹഖ്. ഞങ്ങളുടെ പ്രവാചകന്മാർ, അംബിയാ മുർസലുകൾ പറഞ്ഞതെല്ലാം സത്യമാണ്, അത് മുഴുവൻ ശരിയാണ്. സ്വർഗത്തിലെത്തിയിട്ട് വനൂദൂ അൻ തിൽകുമുൽ ജന്നത ഉരിസ്തുമുഹാ ബിമാ കുൻതും തഅമലൂൻ. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് എല്ലാവരും സ്വർഗ്ഗത്തിൽ കടക്കുന്നത്. അമൽ കൊണ്ട് സ്വർഗ്ഗത്തിൽ കടക്കാൻ ആർക്കും കഴിയില്ല. എന്നാലും അല്ലാഹു പറയുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ ഈ സ്വർഗ്ഗത്തിലേക്ക് എത്തിയിരിക്കുന്നു, ഇത് നിങ്ങൾക്ക് അനന്തര സ്വത്താണ്. ബിമാ കുൻതും തഅമലൂൻ, നിങ്ങളുടെ കർമ്മം നല്ലതായതുകൊണ്ട് ഞാൻ തരുന്ന പകരമാണ്. അപ്പോൾ അല്ലാഹു നമ്മളെ ബഹുമാനിക്കുകയാണ്. ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവർ സ്വർഗ്ഗത്തിലെത്തിയാൽ അവരുടെ ദുആ സുബ്ഹാനകല്ലാഹുമ്മ സുബ്ഹാനകല്ലാഹുമ്മ സുബ്ഹാനകല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ അത്യുന്നതമായ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തി 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 പറയുന്നു. വതഹിയ്യതുഹും ഫീഹാ സലാം, അവരുടെ അഭിവാദനങ്ങൾ സലാം സലാം സലാം. അവരുടെ ആദ്യത്തെയും ഒടുക്കത്തെയും പ്രാർത്ഥന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെത്തിയാൽ ഇനിയും ഖുർആൻ പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദ വഔറസനൽ അർദ നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ ഫനിഅമ അജ്റുൽ ആമിലീൻ. അത്യുത്തമമായ സ്വർഗ്ഗ വീട്ടിലാണ് പടച്ചവനെ നിഷ്കർമ്മകാമികൾ എത്തിപ്പെട്ടിരിക്കുന്നത്. വതറൽ മലായികത ഹാഫീന ഹൗലൽ അർശ്, അപ്പോഴോ മലായികത്തുൽ കിറാം സജീവമാവുകയാണ് സ്വർഗ്ഗത്തിൽ. അർശിന്റെ പരിസര ഭാഗങ്ങളിൽ മലായികത്ത് കിടന്ന് കറങ്ങുന്നു, ചുറ്റുന്നു. യുസബ്ബിഹൂന ബിഹംദിഹിം, അവരും അല്ലാഹു തആലക്ക് തസ്ബീഹ് ചെയ്യുന്നു. അപ്പോഴെല്ലാവരും മൊത്തത്തിൽ പറയുന്നു വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ സ്വർഗ്ഗത്തിലുണ്ടൊരു സമ്മേളനം ഇൻഷാ അല്ലാഹ്. ആ സമ്മേളനത്തിൽ ഇതുപോലെ ഒത്തൊരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ റമദാനിൽ 10 ദിവസത്തോളം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇൽമു പറഞ്ഞു, നമ്മൾ പരലോക വിഷയം പറഞ്ഞു. നമ്മൾ ഈ സമ്മേളനത്തിലേക്ക് വേണ്ടിയാണ് സുഹൃത്തുക്കളെ. ആ സമ്മേളനത്തിൽ അല്ലാഹു നമ്മളെ എത്തിക്കട്ടെ. എങ്ങനെയാ സമ്മേളനത്തിന്റെ സ്വഭാവം, അവിടുത്തെ അജണ്ട, അവിടുത്തെ കാര്യപരിപാടി ഖുർആൻ പറയുന്നു. ഫഅഖബല ബഅദുഹും അലാ ബഅദി യതസാഅലൂൻ, അവരിൽപ്പെട്ട ചിലർ മറ്റു ചിലരോട് പരസ്പരം ചോദ്യങ്ങൾ തുടങ്ങുകയാണ്. സ്വർഗ്ഗത്തിൽ നിന്ന് കസേരകളിൽ അങ്ങോട്ട് തിരിഞ്ഞ് സംസാരിക്കണം തോന്നുമ്പോഴേക്ക് ചേർ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അല്ലല്ല, അപ്പുറത്തൊരാൾ അയാളും കൂടി ഇതിലേക്ക് കിട്ടണം, അപ്പോഴേക്ക് അയാൾ കൂടി അടുത്തേക്ക് വരും. മിൻഹും, അങ്ങനെ സ്വർഗ്ഗത്തിലെ മുഅ്മിനീങ്ങൾ ചർച്ചയിൽ വരുന്നു. അപ്പോഴവര് പറയാ, ഒരാൾ പറയും, ഇന്നീ കാനലീ ഖരീൻ, എനിക്കൊരു ചങ്ങാതി ഉണ്ടായിരുന്നു, എന്റെ വകുപ്പ് ഓഫീസറായിരുന്നു. എന്റെ ഓഫീസിൽ ഉണ്ടായിരുന്ന ഒരു ചങ്ങാതി എന്റെ കൂടെ ബിസിനസ് പാർട്ട്ണർ ആയിരുന്നു, എന്റെ കൂടെ ഗൾഫിൽ വർക്ക് ചെയ്തയാളായിരുന്നു. എന്താണ് അവന്റെ സ്വഭാവം? യഖൂലു, അവൻ എപ്പോഴും എന്നോട് ചോദിക്കും, ഞാൻ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പം, ഞാൻ മൗലൂദ് ഓതാൻ പോകുമ്പം, ഞാൻ ബദരീങ്ങളുടെ ആടിന് പോകുമ്പോ അവൻ എന്നോട് ചോദിക്കും, ഇന്നക ലമിനൽ മുസദ്ദിഖീൻ, ഈ സുന്നിയാണോടാ? ഈ എന്താടാ ഇപ്പോഴും ഈ പഴയ വിശ്വസിക്കുന്ന ആളാണോ? ആഖിറുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളാണോ? എന്താ എനക്ക് വല്ല കാറ്റുണ്ടോ? ഇദാ മിസ്നാ വ കുന്നാ തുറാബൻ വഇളാമൻ ഇന്നാ ലമദീനൂൻ, നമ്മളൊക്കെ മരിച്ച് മണ്ണായി ചാമ്പി കബറിലായി പോയാ പിന്നെ ഇനിയും ജീവിക്കുമെന്ന് പറയുന്നതിൽ വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് ചോദിച്ച് തർക്കിക്കുന്ന ഒരു എതിസ്റ്റ്, ഒരു നിരീശ്വരവാദി എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ആ ഒരു സ്ക്രീൻ, എന്താണ് ആ കാഴ്ച? ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ അയാളൊന്ന് കാട്ടിക്കൊടുക്കണമല്ലോ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് കാട്ടിക്കൊടുക്കണം. അല്ലാഹു പറയട്ടെ, ഹൽ അൻതും, ഇവൻ പറയുകയാണ്, ഹൽ അൻതും മുത്തലിഊൻ, നിങ്ങൾ നോക്കുന്നില്ലേ? ഫത്തല, നോക്കുമ്പോഴോ ഫറആഹു ഫീ സവാഇൽ ജഹീം,
നരകത്തിന്റെ നടുവിൽ കുടുങ്ങി ചാവുകയാണ്, കുടുങ്ങി നരകിക്കുകയാണ് ആ മനുഷ്യൻ. ഇതങ്ങോട്ട് കാണുമ്പം പാല നരകത്തെ കിടന്ന് മറഞ്ഞു ഉരുണ്ട് കിടക്കോ. ഇതൊക്കെ യാഥാർത്ഥ്യമായി പറഞ്ഞത് ഇൻഷാ അല്ലാഹ് നമ്മൾ കാണും. സത്യമായി കാണും. നമ്മുടെ തൊട്ടടുത്ത കസേരമിൽ നിന്ന് അള്ളാനെ കളിയാക്കിയവല്ലേ? നിസ്കരിക്കാൻ പോകുമ്പോൾ നമ്മളെ കളിയാക്കിയവൻ, നോമ്പ് നോറ്റപ്പോ പയൻസനാന്ന് പറഞ്ഞവൻ, അവനൊക്കെ നരകത്തിന്റെ ഒത്ത നടുക്ക് തീയിക്കിടന്നിട്ട് ഉരുളുമ്പോ നമ്മൾ കാണും. കണ്ടാ ചോദിക്കൽ എന്താണെന്നറിയോ? തല്ലാഹി ഇൻകിത്തല തുറുതീ, എടോ ഇന്നും കൂടി കൂട്ടിലാക്കാൻ മെനക്കെട്ടിട്ടില്ലേ? അന്റെ യുക്തിവാദി പത്രം എനിക്ക് നീ വായിക്കാൻ തന്നിട്ടില്ലേ? അള്ളാനെ കളിയാക്കുന്ന പുസ്തകം നീ എനിക്ക് കൊണ്ടുതന്നിട്ടില്ലേ? എന്നെ വഴിവേപ്പിക്കാൻ മെനക്കെട്ടിട്ടില്ലേ? എന്റെ റബ്ബ് എനിക്ക് നിഅമത്ത് ചെയ്തത് കൊണ്ടാണ് ഞാനതിൽ കുടുങ്ങിപ്പോകാതിരുന്നത്. അൽഹംദുലില്ലാഹ്, ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് പകരം വീട്ടുന്ന ഒരു ദിവസം ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, ആ ദിവസം നമ്മൾ കാത്തിരിക്കുക. ഖുർആൻ പിന്നെയും പറയുകയാണ്, അഫമാ നഹ്നു ബിമയ്യിതീൻ ഇല്ലാ മൗതതൻ ലൂലാ വമാ നഹ്നു ബിമുഅദ്ദബീൻ ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അളീം ലിമിസ്ലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ. അവന്റെ വാദങ്ങളൊക്കെ എടുത്തെടുത്ത് ഗണ്ണിക്കുന്നു, എല്ലാത്തിനും മറുപടി പറയുന്നു, അവസാനം പ്രഖ്യാപിക്കുന്നു, ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അളീം, ഈ സ്വർഗ്ഗത്തിൽ എത്തിപ്പെടാൻ കഴിഞ്ഞതാണ് മഹാസൗഭാഗ്യം. ലിമിസ്ലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ, ഇത്തരം വിജയത്തെ കരഗതമാക്കാൻ പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ മറ്റൊരു സംഭാഷണം പറയുന്നു. നരകത്തിലുള്ള ആളുകളെ കാണുകയാണ് സ്വർഗത്തിൽ നിന്ന്. സ്വർഗത്തിൽ ഇങ്ങനെ ഇതേ ചർച്ചാവേദിയിൽ നരകത്തിലുള്ള ആൾ നരകത്തെ കിടന്ന് മറിയുന്നത് കാണുക. അപ്പോൾ ചോദ്യം, ഫീ ജന്നാത്തി യതസാഅലൂന അനിൽ മുജ്രിമീൻ, പാപികളായ മനുഷ്യന്മാരെ നരകത്തിൽ കിടന്ന് ഉരുളുന്നത് കാണുന്ന സ്വർഗവാസികൾ. മാ സലക്കക്കും ഫീ സഖർ, ഹലോ നിങ്ങൾ എന്തുകൊണ്ട് സഖറിൽ എത്തിപ്പോയി? സഖർ എന്ന നരകത്തിൽ നിങ്ങൾ എന്തേ കിടക്കാൻ കാരണം? അപ്പോഴാ നരകത്തിൽ നിന്ന് അവർ വിളിച്ചു പറയുന്നു, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല, ഞങ്ങൾ നിസ്കരിക്കാൻ ആളുകൾ വള്ളിയിൽ പോകുമ്പോൾ അതിനെ കളിയാക്കി കുത്തിരിക്കുന്നവരായിരുന്നു. വലം നകു നുത്ഇമുൽ മിസ്കീൻ, സാധുക്കൾക്ക് വല്ലവരും തിന്നാൻ കൊടുത്ത് യതീംഖാന ഉണ്ടാക്കുമ്പോ ഓരോ ദുഷ്പ്രചരണം നടത്തിയിട്ട് ഞങ്ങൾ അതിനെ തടുത്തു. ഞങ്ങൾ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെതിരായിരുന്നു. അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും കളിയാക്കി പ്രസംഗിക്കുന്നവരുടെ കൂടെ ഞങ്ങൾ നടക്കുന്നവരായിരുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവിടുന്നാണ് ബോധം വരിക, അവിടുന്നാ ബോധം വരിക. അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്ന് പ്രസംഗിച്ച് നടക്കുക, അള്ളാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യനാണെന്ന് പ്രസംഗിച്ച് നടക്കുക, അതിന്റെയൊക്കെ കൂടെ നടന്നതിന്റെ ഫലം അനാവശ്യങ്ങൾ പറയുന്നവരുടെ കൂടെ നടക്കുന്നവരായിരുന്നു ഞങ്ങൾ. അതിന്റെ ഒക്കെ പുറമെ ഞങ്ങൾ ഖിയാമത്ത് നാളിനെ നിഷേധിക്കുന്നവരായിരുന്നു. അന്ത്യനാളും പരലോകവും ഒക്കെ കെട്ടുകഥയാണ്, 10 ദിവസത്തെ വാതിൽ പറഞ്ഞതൊക്കെ പുരാണമാണ് എന്ന് പറഞ്ഞു നടന്നവരായിരുന്നു ഞങ്ങൾ. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. സമ്മേളനത്തിന്റെ മറ്റൊരു വിഷയം സ്വർഗവാസികളുടെ സമ്മേളനം. ഖുർആൻ പറയുകയാണ്, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഈം ഫാകിഹീന ബിമാ അതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം. എന്റെ ആനന്ദത്തിന് വേണ്ടി ഞാൻ ഓതട്ടെ, നിങ്ങൾ ആസ്വദിക്കുക. പരിശുദ്ധ ഖുർആൻ എന്തൊരു മധുരമാണ്, എന്തൊരു സുന്ദരമാണ്, എന്തൊരു മനോഹരമാണ്, എന്തൊരു ആഹ്ലാദമാണ്. ഖുർആൻ പറയുകയാണ്, കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ തിന്നുക, കുടിക്കുക, ഇഷ്ടം പോലെ സഹിക്കുക, നിങ്ങൾക്ക് ദുനിയാവിൽ അനുഭവിച്ചതിനൊക്കെ പകരം ഇതാ ഇവിടെ. മുത്തഖീന അലാ സുറുരിൻ മസ്ഫൂഫ വസവ്വജ്നാഹും ബിഹൂരിൻ ഹീൻ വല്ലദീന ആമനൂ വതബഅതുഹും ദുരിയത്തുഹും ബിഈമാനിൻ അൽഹഖനാ ബിഹിം ദുരിയത്തുഹും. ഖുർആൻ പറഞ്ഞ ഭാഗങ്ങളൊക്കെ നേരത്തെ ഞാൻ ഓതിയല്ലോ. അങ്ങനെ അവിടെ നടക്കുന്ന സമ്മേളനത്തെ പറ്റി ഖുർആൻ പറയുകയാണ്, വഅഖബല ബഅദുഹും അലാ ബഅദി യതസാഅലൂൻ, സ്വർഗ്ഗവാസികൾ പരസ്പരം സംഭാഷണം നടത്തുന്നു. ഖാലു, അവർ പറയും, ഇന്നാ കുന്നാ ഖബലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ, ഞങ്ങൾ പണ്ടും ഞങ്ങളുടെ പുരയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബേജാറിലായിരുന്നു. ഞങ്ങള് വയലൊക്കെ ഇങ്ങനെ കേട്ട് നരകത്തിനെ പറ്റിയൊക്കെ കേട്ടപ്പോ അന്ന് പുരക്കാരുടെ ഇടയിൽ പോയി ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഞങ്ങള് എത്രയോ ആഹൃത്തിനെ വിചാരിച്ചിട്ട് നിലവിളിച്ചിട്ടുണ്ട്. ഞങ്ങള് വളരെ ബേജാറിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞുകൂടിയത്. അതുകൊണ്ടാണ് ഫമന്നല്ലാഹു അലൈനാ, ഇപ്പോ ഇതാ അള്ളാഹു നമുക്ക് ഒമ്പിച്ച അനുഗ്രഹങ്ങൾ തന്നു. വവഖാനാ അദാബസ്സമൂം, കഠിനമായ തീ, കഠിനമായ നരകത്തിലെ ശല്യം, വിഷക്കാറ്റിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി. ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉഹു ഇന്നഹു ഹുവൽ ബർറുർ
ഗഫൂറുർ റഹീം. അല്ലാഹുവിനോട് വളരെ നേരത്തെ ദുആ ചെയ്യുന്നവരായിരുന്നു ഞങ്ങൾ. അവിടുന്ന് ഒരുപാട് ദ്വാരന്ന്. അതുകൊണ്ടാണ് ബർറായ റഹീമായ അല്ലാഹു നമുക്ക് ഇതൊക്കെ തന്നത്. ഇനിയുമുണ്ട് അവിടുത്തെ ദീനി പ്രവർത്തകന്മാർ കൂടിയിരുന്നിട്ടൊരു സമ്മേളനം ഇൻഷാ അല്ലാഹ്. കൊടിയൊക്കെ പിടിച്ച് വാദം തോബയൊക്കെ എല്ലാ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്, ഉദ്യോഗസ്ഥന്മാരായിരിക്കുമ്പോൾ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെ പ്രവർത്തിച്ച സുഹൃത്തുക്കൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുമ്പോ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ. തെമ്മാടികൾ മുഅ്മിനീങ്ങളെ കളിയാക്കുന്നവരായിരുന്നു ദുനിയാവിൽ. വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ. യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ അടുത്തുകൂടെ തെമ്മാടികൾ പോകുമ്പോ അവരിങ്ങനെ കണ്ണിട്ട് നോക്കും. എന്നിട്ട് പറയും നേരം വെളുക്കാത്തവര് അത് ഇത് എന്ന് പറയും. വഇദൻഖലബൂ ഇലാ അഹ്ലിഹിം ഇൻഖലബൂ ഫകിഹീൻ. അവരവരുടെ കുടുംബക്കാരുടെ അടുത്ത് പോയാൽ കളിയും തമാശയും തെമ്മാടിത്തത്തിലും കഴിഞ്ഞുകൂടും. വഇദാ റഅൗഹും ഖാലൂ ഇന്ന ഹൗലാഇ ലദാല്ലൂൻ വമാ ഉർസിലൂ അലൈഹിം ഹാഫിളീൻ. മുഅ്മിനീങ്ങളെ കാണുമ്പം മുജ്രിമീങ്ങളായ തെമ്മാടികൾ ദുനിയാവിൽ വെച്ച് പറയും, നേരം വെളുക്കാത്ത കൂട്ടരാടവര്, ബുദ്ധിയില്ലാത്തവരാണവര്, ഈ ശാസ്ത്രയുഗത്തിലും ഇസ്ലാം എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് അവർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. എന്നാൽ ഫൽയൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹഖൂൻ. ഇന്നത്തെ ദിവസം ഇതാ ഈമാനുള്ള മനുഷ്യന്മാർ കാഫിരീങ്ങളെ കളിയാക്കി പൊട്ടിച്ചിരിക്കും. അലല്ലറായികി യൻദുറൂൻ. ചാരികസേരയിൽ സ്വർഗത്തിൽ സുഖമായിരുന്ന് അവരുടെ നരകിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട് പൊട്ടിച്ചിരിക്കും. ഹൽ ഹുവിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ. കാഫിറുകൾക്ക് അവർ ചെയ്യുന്നത് തന്നെയല്ലേ കിട്ടേണ്ടത്. ഇനിയും അതാ സമ്മേളനം. വനാദാ അസ്ഹാബുൽ ജന്നത്തി അസ്ഹാബൻ നാർ. സ്വർഗ്ഗക്കാർ നരകക്കാരെ വിളിക്കുകയാണ്. സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ചെറിയ ഒരു സെല്ലുലാർ, ഒരു സ്കോട്ടൽ, അതെ, അവരോട് സംസാരിക്കാനുള്ള പല ബന്ധങ്ങളും അല്ലാഹു കൊടുക്കും. അൻഖദ് വജദ്നാ മാ വഅദ റബ്ബുനാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ. ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഹൗദുൽ കൗസർ കിട്ടുന്ന വഅദ് പറഞ്ഞിരുന്നു, ശഫാഅത്ത് കിട്ടുന്ന വഅദ് കേട്ടിരുന്നു, സ്വർഗ്ഗത്തിൽ ഹൂറുലീങ്ങളെ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മിസ്റ്റർ അബൂ ജഹൽ, ഉത്ബത്ത്, ഷൈബത്ത്, നിങ്ങൾക്ക് കിട്ടിയോ നിങ്ങളോട് പറഞ്ഞതൊക്കെ? ഫഹൽ വജദ്തും മാ വഅദ റബ്ബുക്കും ഹഖ്ഖാ. നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് പറഞ്ഞതൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഏതൊക്കെ കിട്ടിയിട്ടുണ്ടോ? സഖൂം എന്ന വൃക്ഷത്തിന് ഭക്ഷണം കിട്ടിയിട്ടുണ്ടോ? ചീഞ്ചലം കുടിക്കാൻ കിട്ടിയിട്ടുണ്ടോ? ഇതിങ്ങനെ ചോദിക്കും. കാലു ഇപ്പൊ അവർ പറയും നാം നാം നാം. അതെ, അതൊക്കെ പറഞ്ഞതുപോലെ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ഫഅദ്ദന മുഅദ്ദിനും ബൈനഹും. ക്രോസ്. ഇനി സംസാരം നിർത്തണം, ചർച്ച നിർത്തണം. അല്ലാനത്തുല്ലാഹി അലൽ ളാലിമീൻ. തെമ്മാടികളായ അക്രമികൾക്ക് അല്ലാഹുവിന്റെ ശാപം ഭവിക്കട്ടെ. അല്ലദീന യസുദ്ദൂന അൻ സബീലില്ലാഹി വയബ്ഗൂനഹാ ഇവജൻ വഹും ബിൽ ആഖിറതി കാഫിറൂൻ. പരലോക ജീവിതത്തിൽ വിശ്വാസമില്ലാതെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് നല്ല വഴിക്ക് പോകുന്ന ആളുകളെ മുടക്കി തടുത്ത് അത്തരക്കാർക്ക് ശാപം ശാപം ശാപം. സ്വർഗ്ഗത്തിലെത്തിയ പിന്നെ ഇതാ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒന്നിച്ച് ദുആ ചെയ്ത് പിരിയാം. കഴിഞ്ഞ സുഹൃത്തുക്കളെ, സ്വർഗ്ഗത്തിലെത്തിയാലുള്ള അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ, പൂതികൾ, ഇതൊക്കെ പൂതി ഉണ്ടാവും. റസൂലുള്ളാഹി തങ്ങളൊക്കെ പറയാണ്, സഹാബത്തിനോട് ഓരോന്ന് ഇങ്ങനെ പറയാ. അപ്പോഴും മലമ്പ്രദേശത്ത് നിന്ന് വന്ന ഒരാളുണ്ട്. മലമ്പ്രദേശത്ത് നിന്ന് വന്ന ആളെന്ന് പറഞ്ഞാൽ വയനാട്ടുകാരന് നർത്തം വെച്ചപ്പോ വയനാട്ടുകാർ കേൾക്കുമ്പോൾ ഒരു വിഷമ. അതുകൊണ്ട് പറയണ്ട. പ്രാകൃതരായ ആൾക്കാർ അക്കാലഘട്ടത്തിൽ മലന്റെ മുകളിലൊക്കെ താമസിച്ചിട്ട് ഇടക്കിടക്കൊക്കെ റസൂലുള്ളാഹിനെ കാണാൻ വരും. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ വന്നപ്പോഴേക്ക് സഹാബാക്കൾ പറയാ, വരുന്നുണ്ട്, മൂപ്പര് വരട്ടെ. മറ്റൊരു വലിയ സന്തോഷം. എന്താ അറിയോ? ഒരു പല ചോദ്യം ചോദിക്കും. അള്ളാഹു റസൂൽ ദത്താ നബിയെ എന്നൊക്കെ ചോദിക്കുമല്ലേ, ദത്താ കാട്ടുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇവർക്കല്ല സുഖ, സഹാബാക്കൾക്ക് അതിൽ നിന്ന് പലതും പഠിക്കാൻ കഴിയും. അങ്ങനെ ഒരാൾ വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് മൂപ്പര് ചോദിക്കുക, സ്വർഗത്തിന്റെ ചർച്ച. നബിയെ 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 ഈ സ്വർഗത്തിൽ കൃഷി ചെയ്യാൻ കഴിയോ? മൂപ്പർക്ക് ഇവിടുന്ന് കുറെ വെറ്റിലുണ്ടാക്കി, കുറെ തെങ്ങിന് വെള്ളത്തെടുത്ത് വളർത്തെടുത്ത് പൂളക്കയൊക്കെ വെച്ച് അവിടെ ചെന്നിട്ടും വേണം അത്. അല്ലാഹുവിന്റെ റസൂല് നോക്ക്, അന്ന റജുലൻ മിൻ അഹ്ലിൽ ജന്നത്തി യസ്തഗ്ദിന റബ്ബഹു അസ്സ വജല്ല ഫി സറഈ. റസൂൽ വന്നപ്പോൾ കഥയുണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ കഥ? റബ്ബിനോട് ഒരാൾ സമ്മതം ചോദിച്ചു, പഠിച്ചു എനിക്ക് കുറച്ച് കൃഷി വെക്കണം. ഇവിടുന്ന് പഠിച്ചതാണല്ലോ, അവിടുന്ന് പൂതി ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് കച്ചവടം നടത്താം, കച്ചവടം നടത്താം, എല്ലാ കച്ചവടം നടത്താം. അല്ലാഹു തആല എല്ലാം നമുക്ക് സ്വർഗത്തിൽ സന്തോഷിപ്പിച്ചു തരട്ടെ. മഹാനായ റസൂൽ പറയാ, അള്ളാഹിനോട് ചോദിച്ചു, പഠിച്ചാൽ എനിക്ക് കുറച്ച് കൃഷി ചെയ്യണം. അപ്പോ അല്ലാഹു തആല പറയും, എനിക്ക് ആവശ്യമുള്ളതൊക്കെ തരാൻ അല്ലാഹു തആല പറഞ്ഞിട്ടില്ലേ? ഇനിയിപ്പോ ഒരു കൃഷിന്റെ മാത്രം പ്രത്യേകം ചോദിക്കാനുണ്ടോ? ആയിക്കോട്ടെ, നോക്കുക എനിക്ക് കുറച്ച് കൃഷി ചെയ്താൽ തിരക്കിടില്ല. എന്താ വെക്കുക? വെള്ളരിക്ക, ബത്തക്കാണ്, നല്ല ചൊറുക്കുണ്ടാവും. അങ്ങനെ അയാൾ പെട്ടെന്ന് ഒരു കൃഷി നോക്കുമ്പോ കൃഷി എടുത്ത മാതിരി ഒന്നല്ല. ഇവിടെ കിളച്ച് പണിക്കാരെ വിളിച്ച പണിക്കാരെ മര്യാദക്ക് വരൂല. കിട്ടിയാൽ തന്നെ മര്യാദക്ക് പണിയെടുക്കൂല. പണിയെടുത്താൽ തന്നെ കൂലി എടുത്താൽ മതിയാവൂല. ഇനി അങ്ങനെയൊക്കെ പണിയെടുത്താൽ തന്നെ വിത്ത് പിന്നെ പൂളക്കാങ്ങൊക്കെ നേരെ തല കുത്തനെ കുഴിച്ചിടല്. ഇയാൾക്ക് ഇങ്ങനെ ഉണ്ടായാൽ മതി. യാതൊരു അലവസരങ്ങളും അവിടെ ഉണ്ടാവൂല. അദ്ദേഹം കുഴിച്ചിട്ടു. റസൂലുള്ള പറയുകയാണ്, ഫഅസ്റഅ
മുളച്ചു വിത്തിട്ട് ഒക്കെ പെട്ടെന്ന് കണ്ണോട് ഇങ്ങനെ കാണുക വളരുന്നത് അടിച്ച് മിന്നല്ലേ വളർന്ന് വലുതായി അടിച്ച് മിന്നിട്ട് വലുതാവും കൊലക്കുന്നു കൊല വലുതാകുന്നു കുരുവാകുന്നു കായാകുന്നു പഴുക്കുന്നു അന്ന പർവ്വത സമാനമായി ഉണ്ടാകുന്നു. അപ്പൊ അല്ലാഹു തആല പറയും ദൂനക്കയവനാകം വല്ലാത്ത മനുഷ്യൻ തന്നെയാണോ എനക്കൊരു സാധനവും പള്ളം അറിയില്ലല്ലോ ഇഷ്ട. അള്ളാഹുവിന്റെ വക ഒരു സന്തോഷത്തോടു കൂടിയുള്ള വാക്ക്. ഇതിങ്ങനെ കേട്ട അറാബി നബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കുക, യാ റസൂലല്ലാഹ് ലാ നജിദു ഹാദാ ഇല്ലാ ഖുറൈശൻ ഔ അൻസാരിയൻ. ഇത് ഞങ്ങളെ കൂട്ടത്തിലുള്ളവരല്ല, ഇത് ഖുറൈശികളായിരിക്കും. റസൂലുള്ളാഹിയുടെ കുടുംബക്കാരെ അല്ലെങ്കിൽ അൻസാരി. സ്വർഗത്തിലെത്തിയാലും പൂളക്കേങ്ങ് കുഴിച്ചിടണം, ഈത്തപ്പന കുഴിച്ചിടണം. അത് അൻസാരികൾക്കാണ് നബിയെ തോന്നുക. അവര് കൃഷി എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യന്മാരാ. ഞങ്ങള് മലയോരത്ത് താമസിക്കുന്ന ഞങ്ങള് ഞങ്ങൾ അവിടെ കൃഷി വേണമെന്നൊന്നും പറഞ്ഞിട്ട് ആ സ്വർഗത്തിൽ ഇനിയിപ്പോ കൃഷി ഒന്നും നടത്തുന്ന പരിപാടിയില്ല. ഇതിങ്ങോട്ട് കേട്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ അങ്ങ് ചിരിച്ചുപോയി. അദ്ദേഹം ഇടയിൽ കയറി സംസാരിക്കുകയാണല്ലോ. സഹീഹ് ബുഖാരിയിൽ കാണാം. വേറെയും കുറെ തമാശകളുണ്ട്. റസൂലുള്ളാഹിന്റെ പെരയിലേക്ക് ഒരു വയസ്സായ ഉമ്മ വന്ന്, വയസ്സായ ഒരു ഉമ്മ, എന്നിട്ട് നബിന്റെ ഭാര്യമാരോട് പറഞ്ഞു, എന്നെ സ്വർഗത്ത് കടത്താൻ വേണ്ടിയിട്ട് പുന്നാർ നബിനോട് നിങ്ങളൊക്കെ ഒന്ന് പറയണം മക്കളെ. റസൂലുള്ള കേട്ടപ്പോ തന്നെ പറഞ്ഞു, ആ ഉമ്മാക്ക് അറിഞ്ഞൂടെ വയസ്സത്തി തൊണ്ണി പെണ്ണുങ്ങളൊന്നും സ്വർഗത്തിൽ ഉണ്ടാവൂല. ഇതുങ്ങോട്ട് കേട്ടപ്പോൾ സാധു പേടിച്ച് നിലവിളിച്ചിനെ, എന്റെ പഠിച്ചോനെ വയസ്സത്തി പെണ്ണുങ്ങളൊന്നും സ്വർഗത്തിൽ ഉണ്ടാകൂലെങ്കിൽ പേടിച്ച് നിലവിളിച്ചിട്ട് ഇങ്ങനെ പോവാ. അള്ളാഹ് റസൂൽ ഇങ്ങോട്ട് വിളിക്കേ. അങ്ങനെ പോയാൽ പറ്റൂല. വിളിച്ചിട്ട് പെരുന്നലോളി. അള്ളാഹ് റസൂൽ ചോദിച്ചു, ഉമ്മ അവിടെ പോയാലേ നിങ്ങൾ ഈ വയസ്സത്തി തള്ളയായിട്ടൊന്നുമല്ല, അവിടെ എത്ര എങ്ങനെയാ ഇന്നാ അൻശഅനാഹുന്ന ഇൻശാ ഫജഅൽനാഹുന്ന അബ്കാറാ ഉറുബൻ അത്റാബാ. നല്ല യൗവന സൗന്ദര്യമാർ. അവിടെ വയസ്സുകൾ ഉണ്ടാവില്ല എന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങളൊക്കെ യുവതികളായി സുന്ദരിമാരായി. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ സഹോദരിക്ക് സന്തോഷം. വേറെ ഒരു സഹാബി, അത് കൂടുതൽ പറയുന്നില്ല, കുറെ അനുഭവങ്ങളുണ്ട്. വാഹനം, അവിടെ വാഹനം വേണമല്ലോ. അതിനും എങ്ങനെ ഇവിടുത്തെ വാഹനന്മാര് ഗിയർ പിടിച്ചാൽ ഗിയറിലേക്ക് പോകൂല. ഇന്ധന മലിനീകരണം, അത് തന്നെ ട്രാഫിക് നിയന്ത്രണത്തിനൊന്നും പറ്റാത്ത സാധനം ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ കുറിച്ച് സംസാരിച്ചു. നബി തങ്ങളുടെ അടുത്തൊരു അറാബികൾ അതിനൊക്കെ പറ്റുക. ഐറ്റങ്ങൾ ഇങ്ങനെ വന്നവല്ല ചോദിക്കൂ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുക, നബിയെ സ്വർഗത്തില് കുതിരനെ കിട്ടുമോ? എങ്ങനെയുണ്ട് ചോദ്യം? സ്വർഗത്തിൽ യാ റസൂലല്ലാഹി ഇന്നി ഉഹിബ്ബുൽ ഖൈല അഫിൽ ജന്നത്തി ഖൈൽ. എനിക്ക് കുതിരയോട് വല്ലാത്ത സ്നേഹ. കുതിരനെ പോറ്റി അതിന്റെ പുറത്ത് കയറി അത് വലിയ രസ. അതുകൊണ്ട് സ്വർഗത്തിൽ കുതിര ഉണ്ടാകുമോ നബിയെ? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ഉദ്ഖിൽതൽ ജന്നത ഉതീത ബിഫറസിൻ യാഖൂതത്തിൻ ലഹു ജനാഹാനി ഫഹുമിൽത അലൈഹി ثم طار بك حيث شئت. സഹോദരാ, നീ സ്വർഗത്തിൽ കടന്നാൽ നിനക്കൊരു കുതിര, അതൊരു പവിഴ കുതിരയായിരിക്കും, ചിറകുകൾ ഉണ്ടായിരിക്കും. നീ അതിന്റെ മുകളിൽ കയറിയാൽ ഒരൊറ്റ പറക്കലാണ്. നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ പോകാം. പറക്കുന്ന വാഹനം അവനവർക്ക് ഉപയോഗിക്കാം. സയ്യിദുനാ റസൂലുള്ളാഹി. വേറെ ഒരു സഹാബി അന്നപ്പോ ഇങ്ങനെ കേട്ടപ്പോ മൂപ്പർക്കൊരു പുതിയ അടുത്തൊരു ചോദ്യം, ഹൽ ഫിൽ ജന്നത്തി ഇബ്ലുൻ. ഒട്ടകം ഉണ്ടാവോ? വേറെ സഹാബിക്ക് പോയി, നമുക്ക് കണ്ടുകിട്ടുന്നതല്ലേ പറയാനൊക്കൂ. റസൂലുള്ളാഹി തങ്ങളോട് ചോദ്യം, ഒട്ടകം ഉണ്ടാവോ? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ മറ്റേ ആളോട് പറഞ്ഞ മാതിരി പറഞ്ഞില്ല. റസൂലുള്ള പറഞ്ഞു, ഈ ഉദ്ഖിൽകല്ലാഹുൽ ജന്ന, അന്നെ അല്ലാഹു സ്വർഗ്ഗത്തിൽ കടത്തിയാൽ യകുൽ ലക ഫീഹാ മസ്തഹത നഫ്സുക വലദത അയ്നുക. എനിക്ക് കണ്ണിന് ഇഷ്ടമുള്ളതും എന്റെ കാതിന് ഇഷ്ടമുള്ളതും എനിക്ക് കൽബിന് ഇഷ്ടമുള്ളതും ഒക്കെ അവിടുന്ന് കിട്ടും. അത് ഓരോന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഇനി നിർത്താം. അവസാനത്തെ ഒരു സന്തോഷ പരിപാടി സ്വർഗ്ഗത്തിലുണ്ട് ഇൻഷാ അല്ലാഹ്. ഒരു ഷോപ്പിംഗ് പരിപാടി. എല്ലാവരും കൂടി മാർക്കറ്റിലേക്ക് പോയിട്ട് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ തിരഞ്ഞെടുക്കുക, ഇഷ്ടമുള്ളത് വാങ്ങുക. സയ്യിദുനാ റസൂലുള്ളാഹി പറയുന്നു, സഈദ് ഇബ്നുൽ മുസയ്യിബിൽ നിന്ന് നിവേദനം, അബൂ ഹുറൈറയിൽ നിന്ന് കേട്ടതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങളിൽ നിന്ന് കേട്ട വഅദ്, സ്വർഗ്ഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അസ്അലുല്ലാഹ അയ്യജ്മഅ ബൈനി വബൈനക ഫീ സൂഖിൽ ജന്ന. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സഈദ് ഇബ്നുൽ മുസയ്യിബിനോട് പറയുകയാണ്, എന്നെയും നിന്നെയും അല്ലാഹു തആല സ്വർഗ്ഗത്തിന്റെ മാർക്കറ്റിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. സ്വർഗ്ഗത്തിന്റെ മാർക്കറ്റിലോ? അഫീഹാ സൂഖുൻ, അവിടെ മാർക്കറ്റ് ഉണ്ടാവോ? അതേ, മാർക്കറ്റ് ഉണ്ടാവും. അഖ്ബറനി റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാർ സ്വർഗ്ഗത്തിലെത്തിയാൽ അവരുടെ അമലുകളുടെ കണക്കനുസരിച്ച് സ്ഥാനമാനങ്ങൾ അവർക്ക് വർദ്ധിക്കും. അവര് വലിയ സ്ഥാനത്തുള്ള ആൾക്കാരായിരിക്കും. അവര് വലിയ സ്ഥാനത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഫയസൂറൂന റബ്ബഹും, അവരിടക്കിടക്ക് അവരുടെ റബ്ബിനെ കാണാനുള്ള സന്ദർഭങ്ങൾ അല്ലാഹു ഒരുക്കും. റബ്ബിനെ കാണാൻ, അതാണ് മാർക്കറ്റിംഗ്, അതാണ് ഷോപ്പിംഗ്. എന്താ? അല്ലാഹുവിനെ കാണാനുള്ള സമ്മേളനം. വയുബരിദു ലഹും അർശുഹു വയതബദ്ദാ ലഹും ഫീ റൗദിഹി മിൻ റിയാദിൽ ജന്ന ഫീ റൗദത്തിൻ മിൻ
മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ ഒരു പ്രത്യേകമായ തോപ്പ്, പ്രത്യേകമായ ഒരു സ്റ്റേഡിയം, ലക്ഷോപലക്ഷം കോടിക്കണക്കിന് മോമിനിയങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന സ്റ്റേഡിയം. അവിടെ അങ്ങോട്ട് ചെന്നിരുന്നാൽ പ്രകാശം കൊണ്ടുള്ള കുറെ സ്റ്റേജുകൾ, ഇരിപ്പിടങ്ങൾ, പീഠങ്ങൾ അവർക്ക് അല്ലാഹു കൊടുക്കും. മുത്ത്, മാണിക്യം, പവിഴം തുടങ്ങിയ വലിയ വലിയ സ്റ്റേജുകൾ, അതിന്മേൽ അവരിങ്ങനെ ഇരിക്കും. ഏറ്റവും താഴെ ദറജയുള്ളവരും ഉണ്ടാകും, അവിടെ ഉയർന്നവരും ഉണ്ടാകും. അവരവർക്കനുസരിച്ച ദറജയിൽ അവരിയ്ക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മഹാനായ അല്ലാഹു അസ്സ വജൽ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന രംഗം റസൂലുള്ളാഹി പറഞ്ഞപ്പോ അബൂ ഹുറൈറ തങ്ങൾ ചോദിച്ചു, നബിയേ വഹൽ നറാ റബ്ബനാ, റബ്ബിനെ കാണാൻ ഒക്കുമോ നബിയേ? അതേ, നിങ്ങൾക്ക് കാണാം. സൂര്യനെ കാണാൻ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകാറുണ്ടോ? പൂർണ്ണ ചന്ദ്രനെ കാണാൻ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകാറുണ്ടോ? നബിയുടെ ചോദ്യം ഇല്ല. എന്നാൽ നിങ്ങൾ റബ്ബിനെ കാണുന്നതിനും സംശയം വേണ്ട, നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാം. എന്നിട്ടോ വലാ യബ്ഖാ ഫീ ദാലിക്കൽ മജ്ലിസി റജുലുൻ ഇല്ലാ ഹാദറഹു അല്ലാഹു മുഹാദിറാ അല്ലാഹുമ്മ വഫിഖ്നാ ലിദാക്. അല്ലാഹു അതിലേക്ക് നമ്മളെ എത്തിക്കട്ടെ. ആ മജ്ലിസിൽ ഇരിക്കുന്ന ഓരോ ആളുകളോടും അല്ലാഹു നേരിട്ട് സംസാരിക്കും, നേരിട്ട് പ്രസംഗിക്കും. അങ്ങനെ ഓരോരുത്തരോടും അല്ലാഹു ചോദിക്കും, യാ ഫുലാൻ അത്തദ്കുറു ഖുൽത അത്തദ്കുറു യൗമ കദാ വകദാ, ഇന്നാലിന്ന ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ഓരോരുത്തരോട് അല്ലാഹു അങ്ങനെ ചോദിക്കൂ, ദുനിയാവിൽ ഇന്നാലിന്ന ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ദുനിയാവിൽ ഇന്നാലിന്ന ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ എന്നിങ്ങനെ അങ്ങോട്ട് പറയും. പറയണ ഏതാ? മോശപ്പെട്ട ദിവസം, ഹറാമ് ചെയ്ത ദിവസം, കുറ്റം ചെയ്ത ദിവസം. അത്തരം ദിവസത്തെ പറ്റി അല്ലാഹു തആല അവരോട് ചോദിക്കുക. അപ്പോഴേക്ക് അങ്ങോട്ട് പേടിക്കുന്നു, യാ റബ്ബി അഫലം തൗഫിർലി, എന്തൊരു പണിയാ പഠിച്ചോനെ, ഇതൊക്കെ എനിക്ക് പുറത്ത് തന്നിട്ടില്ലേ, എന്നിട്ടല്ലേ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്? ഈ ആ പഴയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണോ? ബല, അതേ പുറത്ത് തന്നിട്ടുണ്ട്. എന്റെ മഗ്ഫിറത്തിന്റെ ഊക്ക് കൊണ്ടാണ് മൂമിനെ ഇവിടെ എത്തിയത്, ആ ബോധം നിനക്ക് വേണം എന്ന് ഇടയ്ക്കിടയ്ക്ക് അല്ലാഹു തആല പറയും. അങ്ങനെ അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫബൈനമാഹും അലാ ദാലിക ഗശിയതുഹും സഹാബത്തും മിൻ ഫൗഖിഹിം ഫഅംതറതു അലൈഹിം തയ്യിബാ. റബ്ബുമായി സംസാരിച്ച് മണിക്കൂറുകളോളം കഴിഞ്ഞുകൂട്ടുന്ന സ്വർഗത്തിലെ ഏറ്റവും ഉല്ലാസവേള ഇൻഷാ അല്ലാഹ് ഈ വേളയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അങ്ങനെ കൂടുതൽ സമയം ഇരിക്കുമ്പോൾ കാണാം ഒരു മഴവർഷം, ഒരു പ്രത്യേകമായ മഴ വർഷിക്കുന്നു. അത്രയും സുഗന്ധം അവർ മുമ്പ് ആസ്വദിച്ചിട്ടില്ല. അപ്പോഴാണ് അവർ പറയുക, അവർക്ക് പോകാം, ഖൂമൂ ഇലാ മാ അഅദതു ലക്കും മിനൽ കറാമത്തി ഫഖുദൂ മസ്തഹൈതും, നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ള മറ്റ് സംഗതികളൊക്കെ കാണണ്ടയോ, മറ്റു കാര്യങ്ങളൊക്കെ ആസ്വദിക്കണ്ടയോ? അങ്ങനെ ഞങ്ങൾ എഴുന്നേറ്റ് പോയാൽ കാണാം ഒരു മാർക്കറ്റ്, ഒരു സിറ്റി. അവിടെ മലക്കുകൾ ചുറ്റുമുണ്ടായിരിക്കും. മലക്കുകൾ ഉണ്ടാകുന്നതിന് പുറമെ ഇതുവരെ കണ്ണുകൊണ്ട് കാണാത്ത സാധനങ്ങൾ, കാതുകൊണ്ട് കേൾക്കാത്തത്, കൽബ് കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തത്, വ്യത്യസ്തങ്ങളായ സാധനങ്ങളുടെ മാർക്കറ്റ്. അതിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ എടുക്കും. അവിടെ വാങ്ങലും കൊടുക്കലും ഒന്നുമല്ല, ഇഷ്ടമുള്ളത് ആർക്കും എടുക്കാം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വന്നാൽ റസൂലുള്ളാഹി പറയുകയാണ്, മഹാനായ തിരുനബി തങ്ങൾ പറയുന്നു, അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയാൽ ഞങ്ങളെപ്പോലത്തെ സൗന്ദര്യം മറ്റാർക്കും ഉണ്ടാവില്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ വീട്ടുകാര് പറയും, ഞങ്ങളുടെ ഭാര്യമാര്, മക്കള് പറയും, മർഹബൻ അഹ്ലൻ അഹ്ല ലഖദ് ജിഇത വഇന്ന ബിക മിനൽ ജമാലി അഫ്ളല മിമ്മാ ഫാറഖതനാ അലൈഹി. നിങ്ങൾ നേരത്തെ പോകുമ്പോൾ ഈ സൗന്ദര്യം നിങ്ങൾക്കില്ലായിരുന്നു, ഈ ചൊർക്ക് നിങ്ങൾക്കില്ലായിരുന്നു. അപ്പോൾ ഇവര് പറയും, ഞങ്ങൾ എവിടുന്നാ വരുന്നത് എനിക്ക് നിസ്സണ്ടോ? ഇന്നാ ജാലസ്നൽ യൗമ റബ്ബനൽ ജബ്ബാർ, ജബ്ബാറായ റബ്ബിന്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് വരുന്നത്. അങ്ങനെ ആണുങ്ങൾക്കും പോകാൻ സമയമുണ്ടാകും, പെണ്ണുങ്ങൾക്കും പോകാൻ സമയമുണ്ടാകും. അങ്ങനെ സുഖ സന്തോഷത്തിൽ, വളരെ റാഹത്തിൽ മോമിനീങ്ങൾ അവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടും. അവിടെ എപ്പോഴും അവർക്ക് പറയാനുള്ള പ്രഖ്യാപനം വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വലിഹാദാ വലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. കർമ്മം ചെയ്യുന്നവർ, വല്ലതും ചെയ്യാൻ പൂതിയുണ്ടെങ്കിൽ ഈ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കട്ടെ. ഇതിനു വേണ്ടി ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. തർക്കിക്കുന്നവർ, മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ, തിരക്ക് കൂട്ടുന്നവർ തിരക്ക് കൂട്ടട്ടെ. ഈ സ്വർഗത്തിന് വേണ്ടിയാണ് വല്ല പരിശ്രമവും ചെയ്യുന്നവർ ചെയ്യേണ്ടത്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അവിടെ വെച്ച് ഹബീബായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി, ഹബീബായ നബി തങ്ങളെ ഒന്ന് കണ്ടുകിട്ടണ്ടേ? അതേ, കണ്ടുകിട്ടും ഇൻഷാ അല്ലാഹ്. അത് റസൂലുള്ളാഹി നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആ മഹബ്ബത്തിന്റെ വർത്തമാനം പറയണം. സുഹൃത്തുക്കളെ, എല്ലാവരും നേരിട്ട് നിന്നാട്ടെ. ആ ഗേറ്റിങ്ങിലുള്ളവർ കുറച്ചും ഇങ്ങോട്ട് കടന്നു നിന്നോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ നേരിട്ട് കാണും, അവിടത്തോട് ബന്ധപ്പെടും എന്ന് മാത്രമല്ല, അവിടുത്തെ സീറ്റ് അടുത്ത് കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരിക്കൽ ഹദീസിൽ കാണാം, ഒരു സഹാബി, അൻസാരിയായ ഒരു
സഹാബി അവർക്ക് വല്ലാത്ത വിഷമമായി പോയി. എന്താ കാരണം എന്നറിയോ? പള്ളിയിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങളെ കാണുന്നു, കണ്ട് കണ്ട് പൂതി തീരുന്നില്ല, പിന്നെയും കാണുന്നു, പിന്നെയും കാണുന്നു. വീട്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് തോന്നിപ്പോയി, പടച്ചവനെ, എനിക്ക് റസൂലുള്ളാഹിനെ കാണാൻ കഴിയാതെ വന്നാൽ ദുനിയാവിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ അല്ലാ. അങ്ങനെ ബേജാറ് പിടിച്ചിട്ട് അൻസാരിയായ ആ സഹാബി ഇലാ ഹദ്റത്തി റസൂലില്ലാഹി, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, എനിക്ക് സമാധാനമാകുന്നില്ല നബിയേ, എനിക്ക് റാഹത്താകുന്നില്ല നബിയേ. എന്താണ് സുഹൃത്തെ കാര്യമെന്ന് ചോദിച്ചപ്പം അൻസാരിയായ സഹാബി പറയുകയാണ്, നബിയേ, ലഖറത്തു മൗതി വ മൗതക യാ റസൂലല്ലാഹ്. നബിയേ, എനിക്കെപ്പോഴും തങ്ങളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കണം നബിയേ. അവിടത്തെ കണ്ടുകൊണ്ടിരിക്കലാണ് എനിക്ക് ഏറ്റവും സന്തോഷപ്പെട്ട കാര്യം. ഞാൻ എന്റെ വീട്ടിൽ പോയാൽ തങ്ങളെ കാണണമെന്ന് എനിക്ക് പൂതി വരും. പൂതി വന്നാൽ എനിക്ക് ഉടനെ തന്നെ വരണം പള്ളിയിലേക്ക്, തങ്ങളെ ഒന്ന് കാണും, അതോടുകൂടി സന്തോഷമായി ഞാൻ പുരയിലേക്ക് പോകും. അങ്ങനെയാണ് എന്റെ സ്വഭാവം. ഇന്ന് ഞാൻ എന്റെ വീട്ടിൽ ഇരുന്ന സന്ദർഭത്തിൽ ഞാൻ മരിച്ചു പോകുമല്ലോ, ഒന്നുകിൽ മുമ്പിൽ ഞാൻ മരിച്ചു പോകും, അല്ലെങ്കിൽ അവിടുന്ന് വഫാത്തായി പോകും. എങ്ങനെയാണ് നബിയെ അവിടത്തെ കാണാൻ കഴിയുക? എനിക്ക് അങ്ങയെ കാണാതെ ജീവിക്കാൻ കഴിയുമോ? അഥവാ ഞാൻ ഈ സ്വർഗത്തിലെത്തി എന്ന് തന്നെ വിചാരിക്കുക, ഞാൻ ഏതോ ഒരു ഭാഗത്തായിരിക്കൂല നബിയെ, സാധുവായ ഞാനുള്ള സ്ഥാനത്താണോ? സ്വർഗത്തിലെ അത്യുന്നതമായ സ്ഥാനത്ത് അൽവസീലത്ത് എന്ന ദർജയിൽ അവിടുന്ന് കഴിഞ്ഞുകൂടുമ്പോ എനിക്ക് സ്വർഗത്തൊന്നും കാണാൻ കഴിയില്ലല്ലോ നബിയേ. ഈ കഥ അങ്ങ് കേട്ടപ്പോ ആ സഹാബിയുടെ കരച്ചിൽ തീർക്കണം. റസൂലുള്ളാഹി ഒന്നും മിണ്ടുന്നില്ല. കാരണം എങ്ങനെയാ മറുപടി കൊടുക്കുക? സ്വർഗത്തിലെ പ്രവാചകന്മാരുടെ സ്ഥാനത്ത് എന്നെ കാണാൻ കഴിയുമെന്ന് ധൈര്യത്തിൽ പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. കുറച്ചു നേരം റസൂൽ ഒന്നും മിണ്ടിയില്ല. ഈ സഹാബിയും മിണ്ടാതെ അങ്ങനെ ഇരിക്കുന്നു. അനിശ്ചിതമായ ഘട്ടം. ജിബ്രീൽ വന്നുകൊണ്ടതാ പറയുന്ന, മോമിനീങ്ങളെ, നമുക്കൊക്കെ ഇത് ബാധകമാണ്. ഔലിയാക്കളെ സ്നേഹിക്കുന്ന മോമിനീങ്ങളെ, ബദരീങ്ങളെ സ്നേഹിക്കുന്ന മോമിനീങ്ങളെ, കുത്തുബീങ്ങളെ സ്നേഹിക്കുന്ന മോമിനീങ്ങളെ, സർവോപരി അഷ്റഫുൽ ഖൽഖി ത്വാഹ റസൂലുള്ളാഹി, അവിടത്തെ മഹബത്ത് ചെയ്ത് നടക്കുന്ന മോമിനീങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഓതിക്കൊടുക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, പരിശുദ്ധ ഖുർആനിൽ ഖിയാമത്ത് നാൾ വരെയുള്ള മോമിനീങ്ങൾക്ക് ബാധകമാണ്. മയ്യുതില്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ആ സഹാബിക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത ആയത്ത് നമുക്കും ബാധകമാണ്. അല്ലാഹു അത് നമുക്ക് ബാധകമാക്കി തരട്ടെ. അല്ലാഹുവിനെ അനുസരിച്ച്, റസൂലുള്ളാഹിനെ അനുസരിച്ച്, അവിടത്തെ സ്നേഹിച്ച്, അവരെ മഹബത്ത് ചെയ്ത്, അവരുടെ മുദ്രാവാക്യം വിളിച്ചു പറഞ്ഞ് ദുനിയാവിൽ കഴിഞ്ഞുകൂടിയ മുഅ്മിനീങ്ങൾ, ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു നിഅമത്ത് ചെയ്ത മഹാന്മാരുടെ കൂടെ അവര് നാളെ ആഖിറത്തിൽ സ്വർഗ്ഗത്തിലും യാത്രയാക്കപ്പെടുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അതുകൊണ്ട് അൽ മർഉ മഅ മൻ അഹബ്ബ യൗമൽ ഖിയാമ, ആരെയാണോ മഹബത്ത് ചെയ്ത് മനസ്സ് കൊണ്ട് നടക്കുന്നത്, റസൂലുള്ളാഹിനെ കൊണ്ട് നടന്നോ മോമിനീങ്ങളെ, ബദരീങ്ങളെ കൊണ്ട് നടന്നോ മോമിനീങ്ങളെ, മദ്ഹബിന്റെ ഇമാമുകളെ കൊണ്ട് നടന്നോ മോമിനീങ്ങളെ, അഖ്താബുൽ അർബഅത്തിനെ, സൂഫിയാക്കളെ, ഔലിയാക്കളെ കൊണ്ട് നടന്നോ? ആരെയാണോ കൊണ്ട് നടക്കുന്നത് അവരെത്തുന്നിടത്ത് നമ്മളും എത്തുമെന്ന് സഹീഹുൽ ബുഖാരി സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മൾ സുന്നിയാക്കളാ. സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ ഈ മജ്ലിസ് ാണെങ്കിലും ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞവര് കഥാപാത്രവരാണ്. അവരുടെ കൂടെ അല്ലാഹു അവരുടെ കൂടെ നമ്മളെ എത്തി ാണെങ്കിലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ വലിയ വിഷയമാണ്. പറഞ്ഞവര് കഥാപാത്ര